ഹലോ, വെൽക്കം ടു നീറ്റ്സ് അക്കാദമി. നമ്മളിന്ന് KWA കെമിസ്ട്രി സിലബസിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്താണെന്ന് നമുക്കറിയാലോ. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ, ഒരു ആറ്റം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള അതിന്റെ തിയറി, അതിന് ഓരോരുത്തരും ഓരോ തിയറി പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഏറ്റവും ആദ്യത്തെ ആ ഒരു പ്രപ്പോസൽ മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ തന്നെ ഡിഫറെന്റ് ആറ്റം മോഡൽസ്. ഓക്കെ, ഗ്രീക്ക് ഫിലോസഫേഴ്സ് ലൂസിപ്പസ് ആൻഡ് ഡെമോക്രിറ്റസ് പ്രപ്പോസ്ഡ് ദ ഫസ്റ്റ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ. ഏറ്റവും ആദ്യമായിട്ട് ഒരു ആറ്റം, ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ ലൂസിപ്പസും ഡെമോക്രിറ്റസും ആണ്. ഓക്കെ, ലൂസിപ്പസ് എന്താ സജസ്റ്റ് ചെയ്തത്? ലൂസിപ്പസ് സജസ്റ്റഡ് ദാറ്റ് ദർ മസ്റ്റ് ബി എ ലിമിറ്റ് ടു ദ ഡിവിസിബിലിറ്റി ഓഫ് മാറ്റർ. ഓക്കെ, ഒരു മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു മാറ്റർ തന്നെ ഒരു മാക്രോ ക്വാണ്ടിറ്റിയിലാവും ഉണ്ടാവും അല്ലെ. 1 ഗ്രാമോ അല്ലെങ്കിൽ 2 ഗ്രാമോ ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ഡിവിസിബിലിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ലൂസിപ്പസ് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് ദർ മസ്റ്റ് ബി സം അൾട്ടിമേറ്റ് ഇംപെറിഷബിൾ പാർട്ടിക്കിൾസ് വിച്ച് കുഡിൻ ബി ഫർദർ സബ് ഡിവൈഡഡ്. എന്ന് വെച്ചാൽ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ലിമിറ്റ് റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സം അൾട്ടിമേറ്റ് ഇംപെറിഷബിൾ പാർട്ടിക്കിൾസ് വിച്ച് കുഡിൻ ബി ഫർദർ സബ് ഡിവൈഡഡ്. ഓക്കെ, പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കിട്ടും. അങ്ങനത്തെ ആ ബേസിക് ആയ പാർട്ടിക്കിൾസ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഏതൊരു കോമ്പൗണ്ട് ഉണ്ടാവണം എന്നാണ് ലൂസിപ്പസ് പറഞ്ഞത്. ഓക്കെ, ഡെമോക്രിറ്റസ് എന്ത് ചെയ്തു? ഡെമോക്രിറ്റസ് കോൾഡ് ദീസ് പാർട്ടിക്കിൾസ് അറ്റോമോസ്. എന്നുവെച്ചാൽ ലൂസിപ്പസ് പറഞ്ഞു ഇത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് ആദ്യം പറഞ്ഞു. ഓക്കെ, സോ ഡെമോക്രിറ്റസ് അതിനൊരു പേര് സജസ്റ്റ് ചെയ്തു. അതൊരു ഗ്രീക്ക് ഒറിജിനൽ നെയിമാണ് അറ്റോമോസ്. അറ്റോമോസിന്റെ മീനിങ് ആണ് ഇൻഡിവിസിബിൾ. ഓക്കെ, അറ്റോമോസ് എന്നുള്ള നെയിം ആരാണ് ആദ്യം സജസ്റ്റ് ചെയ്തത്? ഡെമോക്രിറ്റസ് ആണ്. അതിന്റെ മീനിങ് ആണ് ഇൻഡിവിസിബിൾ. സോ ഇവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞതാണ് ഒരു മാറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ദർ മസ്റ്റ് ബി ലിമിറ്റ് ടു ദ ഡിവിസിബിലിറ്റി ഓഫ് മാറ്റർ. ആ ലിമിറ്റ് എത്തുമ്പോൾ നമ്മൾക്ക് കിട്ടുക സം അൾട്ടിമേറ്റ് ഇംപെറിഷബിൾ, പിന്നീട് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അൾട്ടിമേറ്റ്, ഒരു ബേസിക് യൂണിറ്റ് ആയിരിക്കും. അപ്പൊ അതിന് ഡെമോക്രിറ്റസ് ഒരു പേര് സജസ്റ്റ് ചെയ്തു, അറ്റോമോസ്. ഓക്കെ, അറ്റോമോസിന്റെ മീനിങ് ആണ് ഇൻഡിവിസിബിൾ. ഗ്രീക്ക് ഒറിജിനുള്ള ടേം ആണ്. ഓക്കെ, ഹി ഓൾസോ തിയറൈസ്ഡ് ദാറ്റ് അറ്റോമോസ് were specific to the material that they are made of. എന്നുവെച്ചാൽ അറ്റോമോസ്, നമ്മളിപ്പോ ആറ്റംസ് പറയും, പക്ഷെ അന്ന് അവർ സജസ്റ്റ് ചെയ്ത നെയിം അറ്റോമോസ് ആണ്. അറ്റോമോസ് ഓരോ മെറ്റീരിയലിനും സ്പെസിഫിക് ആണ്. ഇപ്പൊ സപ്പോസ് ഒരു പേപ്പറിലുള്ള അറ്റോമോസ് ആയിരിക്കില്ല നമുക്കൊരു വേറെ ഏതെങ്കിലും ഒരു പൗഡറിലോ ഏതിലെങ്കിലും ഒക്കെ ഉണ്ടാവുക. ഓക്കെ, സോ ഓരോ മെറ്റീരിയലിന് സ്പെസിഫിക് ആയിട്ട് ഓരോരോ അറ്റോമോസ്, ഓരോരോ ടൈപ്പ് ഓഫ് അറ്റോമോസ് ആണ് ഉണ്ടാവുക ആര് പറഞ്ഞു? അവരുടെ തിയറി സജസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് എന്നൊക്കെ പറയപ്പെടുന്നു, ഇന്ത്യൻ ഫിലോസഫറായ കാനഡ. ഓക്കെ, കാനഡക്കും ഇതേപോലെ ഒരു അസംഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഹി ഓൾസോ ഹാഡ് എ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആ ഡിവിസിബിലിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവുന്ന ഇന്ത്യൻ ഫിലോസഫറായ കാനഡക്കും ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് കാനഡ അതിനെ വിളിച്ചത് അണു എന്നാണ്. അവര് ഡെമോക്രിറ്റസ് അറ്റോമോസ് വിളിച്ചപ്പോൾ കാനഡ അതിന് അണു അല്ലെങ്കിൽ പരമാണു എന്നാണ് വിളിച്ചത്. ഓക്കെ, സോ അണു, പരമാണു എന്നൊക്കെ ഉള്ളത് ഇന്ത്യൻ ഒറിജിനുള്ള ടേംസ് ആണ്. അത് ആരാ സജസ്റ്റ് ചെയ്തത്? ഇന്ത്യൻ ഫിലോസഫറായ കാനഡ. ഓക്കെ, സോ അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള ജസ്റ്റ് അസംഷൻസ് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത ഒരു തിയറി എന്നുള്ള രീതിയിലേക്ക് ആദ്യമായിട്ട് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത് ഡാൾട്ടൺ ആണ്. ഓക്കെ, ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ഇസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് അറ്റോമിക് തിയറി. ആരാണ് അറ്റോമിക് തിയറിന്റെ ഫൗണ്ടർ? ജോൺ ഡാൾട്ടൺ ആണ്. കാരണം ഡാൾട്ടൺ ആണ് കറക്റ്റ് പോസ്റ്റുലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു അറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജോൺ ഡാൾട്ടൺ ഇസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് അറ്റോമിക് തിയറി. അറ്റോമിക് തിയറിന്റെ ഫൗണ്ടർ ആണ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ദ മെയിൻ പോയിന്റ്സ് ഓഫ് ഡാൾട്ടൺസ് തിയറി ആർ എന്തൊക്കെയാണ്? എലിമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ സ്മോൾ പാർട്ടിക്കിൾസ്. നേരത്തെ അവർ പറഞ്ഞത് തന്നെയാണ്. എലിമെന്റ്സ് എന്ത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻഡിവിസിബിൾ ആയ സ്മോൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ദാറ്റ് പാർട്ടിക്കിൾസ് കാൻ ബി ഫർദർ ഡിവൈഡഡ്. ആ പാർട്ടിക്കിൾസിനെ ഡാൾട്ടൺ എന്ത് വിളിച്ചു? ആറ്റംസ്.
ആ പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ്. ഓക്കെ, നേരത്തെ നമ്മൾ അറ്റോമോസ് എന്ന് ഗ്രീക്കിൽ ടേം ചെയ്തിരുന്നു, ഇവിടെ ആറ്റംസ്. ഓക്കെ, ഓൾ ആറ്റംസ് ഓഫ് സെയിം എലിമെന്റ് ആർ ഐഡന്റിക്കൽ. ഓക്കെ, നേരത്തെ ഇവരെന്ത് പറഞ്ഞു, ലൂസിബസ് ആൻഡ് ഡെമോക്രിറ്റസ് എന്ത് പറഞ്ഞു, അറ്റോമോസ് എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനും സ്പെസിഫിക് ആണ്. ഒരു മെറ്റീരിയലിന്റെ അറ്റോമോസ് ആയിരിക്കില്ല വേറെ ഒന്നിനും. അതേ ഒരു സിമിലർ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓൾ ആറ്റംസ് ഓഫ് സെയിം എലിമെന്റ് ആർ ഐഡന്റിക്കൽ. ഒരേ എലിമെന്റിന്റെ എല്ലാ ആറ്റംസും ഐഡന്റിക്കൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. പിന്നെന്താ, ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്. ഡിഫറെന്റ് എലിമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ആറ്റംസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിൾ അല്ലേ എന്നൊക്കെ തോന്നാം, പക്ഷെ അന്ന് ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യാന്നുള്ളത് അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് അവരെന്താ പറഞ്ഞത്, ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. ഓക്കെ, നമ്മൾ എനർജിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയാൻ കാരണം, ആറ്റം ആണ് ഏറ്റവും ബേസിക് യൂണിറ്റ് എന്നാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വരുന്ന ആ ഒരു സമയത്ത് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ ആറ്റത്തിനെ നമുക്ക് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ആറ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ആറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് ഡാൾട്ടൻസ് അറ്റോമിക് തിയറി പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, ആറ്റംസിനെ കുറിച്ച് പറഞ്ഞു, ഇൻഡിവിസിബിൾ ആയ സ്മോൾ പാർട്ടിക്കിൾസ്. പിന്നെ എങ്ങനെയാണ് ഈ എലിമെന്റ്സിന്റെ ഈ ആറ്റത്തിൽ നിന്ന് പല പല കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്, അതിന് ഒരു എക്സ്പ്ലനേഷൻ ആര് കൊടുക്കാൻ ശ്രമിച്ചു, ഡാൾട്ടൻ കൊടുക്കാൻ ശ്രമിച്ചു. എങ്ങനെയാണ്, കോമ്പൗണ്ട് എലിമെന്റ്സ് ആർ ഫോംഡ് when atoms of different elements join in simple ratios to form compound atoms. നമ്മൾ ഇന്ന് വിളിക്കുന്ന മോളിക്യൂൾസ് ഇല്ലേ, മോളിക്യൂൾസിനെ ഡാൾട്ടൻ എന്ന് പറഞ്ഞത് കോമ്പൗണ്ട് എലിമെന്റ്സ് ആണ്, എന്ന് വെച്ചാൽ എലിമെന്റ്സിന്റെ കോമ്പിനേഷൻ. അപ്പൊ ഈ കോമ്പൗണ്ട് എലിമെന്റ്സ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്, they are formed when atoms of different elements join in simple ratios to form compound atoms. ഓക്കെ, ഈ കോമ്പൗണ്ട് ആറ്റംസ് ഉണ്ടാകുമ്പോഴാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോമ്പൗണ്ട് എലിമെന്റ്സ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ കോമ്പൗണ്ട് എന്ന് വിളിക്കും, ആ കോമ്പൗണ്ടിന്റെ ബേസിസ് എന്തായിരിക്കും, ഓരോ കോമ്പൗണ്ട്സിന്റെയും മോളിക്യൂൾസ് ആണ് അല്ലെ, ഡിഫറെന്റ് മോളിക്യൂൾസ്. ആ ഓരോ മോളിക്യൂളും ഡിഫറെന്റ് ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ആ മോളിക്യൂളിനെ ഇവിടെ വിളിച്ച് ഡാൾട്ടൻ എന്ന് വിളിച്ച് കോമ്പൗണ്ട് ആറ്റംസ് എന്ന് വിളിച്ചു. ഓക്കെ, കോമ്പൗണ്ട് ആറ്റംസ് എന്ന് വിളിച്ചു. ഇനി ഡാൾട്ടൻസ് അറ്റോമിക് തിയറിന്റെ ഒരു ലിമിറ്റേഷൻ എന്താ, ഇറ്റ് കുഡന്റ് എക്സ്പ്ലെയിൻ വൈ ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഡിഫറെന്റ് മാസ് ആൻഡ് വാലൻസി. ഓരോ എലിമെന്റ്സിന്റെ എന്താ പറയാ, ആറ്റംസ് ഡിഫറെന്റ് ആണ്, ബേസിക് യൂണിറ്റ് ഡിഫറെന്റ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓരോ എലിമെന്റും ഡിഫറെന്റ് മാസ്, ഡിഫറെന്റ് വാലൻസി, റിയാക്ടിവിറ്റി എങ്ങനെ ഡിഫറെന്റ് ആണ്, വാലൻസി പറയുമ്പോൾ ഡിഫറെന്റ് രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നല്ലേ, ആ റിയാക്ടിവിറ്റി എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്, അതുപോലെ ഓരോന്നിന്റെ മാസ് എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്. അപ്പൊ ആ ആറ്റത്തിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എന്താണ്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ഡാൾട്ടന് പറ്റിയില്ല. ആൻഡ് ഓൾസോ ദ കെമിക്കൽ കോമ്പിനേഷൻ ബിറ്റ്വീൻ ആറ്റംസ്, ആറ്റംസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഈ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്, ആ ഒരു ഇപ്പോ എല്ലാ ആറ്റംസും കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവില്ല, ചില അതിന് ആ ഒരു കെമിക്കൽ റിയാക്ടിവിറ്റി ഉണ്ടല്ലോ തമ്മിലുള്ള, സോ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ഡാൾട്ടന് പറ്റില്ല. അതുപോലെ കെമിക്കൽ കോമ്പിനേഷൻ, ഒരു മോളിക്യൂളിന്റെ കൂടെ ഇപ്പൊ ഒരു കാർബണിന്റെ കൂടെ 4 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നു, എന്തുകൊണ്ട് 3 ആവുന്നു, എന്തുകൊണ്ട് 5 ആവുന്നില്ല, അപ്പൊ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ഡാൾട്ടൻസ് അറ്റോമിക് തിയറിക്ക് പറ്റിയില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് വന്നതാണ് തോംസൺസ് മോഡൽ. തോംസൺസ് മോഡൽ ആരാ കൊണ്ടുവന്നത്, ജെ തോംസൺ ആണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ തോംസൺസ് മോഡൽ വരാൻ കാരണം എന്താ വെച്ചാല്, ആ സമയത്ത് ജെ തോംസണും വില്യം ക്രൂക്സും ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിരുന്നു. ഏതാണ്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡിസ്കവറി എന്താണ്, കാഥോഡ് റേസ് ആണ് അതിന്റെ ഡിസ്കവറി. കാഥോഡ് റേസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഇന്ന് കണ്ടുപിടിച്ചു, അതായത് ഇലക്ട്രോൺസ് അല്ലെ, ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി, ജെ തോംസൺ ആൻഡ് വില്യം ക്രൂക്സ്. ഓക്കെ, ജെ തോംസൺ ഒരു കാര്യം കൂടി ചെയ്തു, എന്ത്, ഇലക്ട്രോൺസിന്റെ E/m റേഷ്യോ ഡിറ്റർമിൻ ചെയ്തു. അപ്പൊ ആരാണ് E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ഡിറ്റർമിൻ ചെയ്തത്, ജെ തോംസൺ ആണ്. വൺ വേർഡ് ആയിട്ട് വരാം, E/m റേഷ്യോന്റെ വാല്യൂ എത്രയാണ്, 1.76 × 10⁸ കൂളം പെർ ഗ്രാം. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ജെ തോംസണും വില്യം ക്രൂക്സും ആണ്. അതുപോലെ E/m റേഷ്യോ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് കേട്ടോ. സോ ഇപ്പൊ ഇവർക്ക് എന്ത് കിട്ടി, ഇലക്ട്രോണിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം തോംസൺ
കൊണ്ടുവന്ന ഒരു അറ്റോമിക് മോഡലാണ് എന്ത്, തോംസൺസ് അറ്റോമിക് മോഡൽ. അപ്പൊ അത് പറയണത് എന്താണ്, an atom resembles a sphere of positive charge with electrons present inside the sphere. എന്ന് വെച്ചാൽ ഒരു ആറ്റം എന്ന് പറഞ്ഞാല് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. ഓക്കെ, ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. ഈ സ്ഫിയറിന്റെ ചാർജ് ആണ് പോസിറ്റീവ്. ഓക്കെ, ഇൻ വിച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ എംബഡഡ്, അങ്ങനെ പറയും, പ്രസന്റ് ഇൻസൈഡ് ദ സ്ഫിയർ. ഈ ഒരു സ്ഫിയറിന്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അതിന്റെ ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഒരു ആറ്റം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആര് പറഞ്ഞത്, തോംസൺ പറഞ്ഞത്. The positive and negative charge is equal in magnitude and therefore an atom has no charge as a whole and is electrically neutral. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ആറ്റത്തിന് നാച്ചുറലി ഒരു ചാർജ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. പക്ഷെ ആക്ച്വലി ആറ്റത്തിന് ചാർജ് ഇല്ല. അപ്പൊ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, ഈക്വൽ നമ്പർ ഓഫ് ചാർജസ് ആണുള്ളത്. ഈ സ്ഫിയറിന് എത്ര എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ഈ സ്ഫിയറിന്റെ ഉള്ളിലും ഉണ്ട്. സോ ടോട്ടലി എന്തായി, ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയി. ഓക്കെ, അങ്ങനെയാണ് ജെ തോംസന്റെ അറ്റോമിക് മോഡൽ പറയുന്നത്. എന്താണ്, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്, ഇൻ വിച്ച് നെഗറ്റീവ് ചാർജസ് ആർ പ്രസന്റ് ഇൻസൈഡ്. ഓക്കെ, പിന്നെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്, സോ ദാറ്റ് ദി ആറ്റം ഈസ് ഓവറോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ, അതേപോലെ വാട്ടർമെലൺ മോഡൽ, അങ്ങനെയൊക്കെ പല പേരുകളും ഉണ്ട്. ഓക്കെ, ഇതിന് ജെ തോംസൺ മോഡലിന് പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ വിളിക്കുന്ന അറ്റോമിക് മോഡൽ ഏതാണ്, ജെ തോംസൺ മോഡലാണ് കേട്ടോ. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ഓഫ് ദിസ് മോഡൽ. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ്? ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ പോസിറ്റീവ് ചാർജ് ഹോൾഡ്സ് ഓൺ ദി ഇലക്ട്രോൺസ് ഇൻസൈഡ് ദി ആറ്റം. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് ഇല്ലേ, ഇലക്ട്രോൺസ് പറഞ്ഞാൽ എന്താണ്, ഒരേ ചാർജസ് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുകയാണ്, അത് ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കേസാണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺസിനെ എങ്ങനെ ഈ പോസിറ്റീവ് ചാർജ് സ്ഫിയർ അതിന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ജെ തോംസൺ മോഡലിന് കഴിഞ്ഞില്ല. ഇറ്റ് ഓൾസോ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ആറ്റം സ്റ്റെബിലിറ്റി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു മോഡല് സ്റ്റേബിൾ ആവും, ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരിക്കലും സ്റ്റേബിൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഒരേ ചാർജസ് ഒന്നിച്ച് നിൽക്കുകയാണ്. സോ ഇതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ തോംസൺ മോഡലിൽ കഴിഞ്ഞില്ല. The theory didn't mention anything about the nucleus of an atom. Okay, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്താണ്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, ജെ തോംസൺ കഴിഞ്ഞില്ല. ഈ തോംസൺ മോഡലിൽ ആകെ 2 പാർട്ടേ ഉള്ളൂ. ഒരു പോസിറ്റീവ്ലി ചാർജ് സ്ഫിയർ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവ് ചാർജസ് യൂണിഫോംലി ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും. ഓക്കെ, സോ ന്യൂക്ലിയസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, ജെ തോംസൺ കഴിഞ്ഞില്ല. ഇറ്റ് വാസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഓഫ് റുദർഫോർഡ്. അപ്പൊ ഈ റുദർഫോർഡിന്റെ ഈ ഒരു സമയത്തിന്റെ റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. സോ അതിലെ ഡിസ്കവറീസ്, അതിലെ പോയിന്റ്സ്, അതൊന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, ഈ ജെ തോംസൺ മോഡലിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതും ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു മോഡലായി മാറി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് എന്താണ്? Rutherford conducted an experiment by bombarding a thin sheet of gold with alpha particles and then studied the trajectory of these particles after their interaction with the gold foil. വെച്ചാൽ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഒരു സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്ത്, ഓക്കെ, എന്നിട്ട് ആ ആൽഫ പാർട്ടിക്കിൾസിന്റെ ബീമിനെ ഒരു തിൻ ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്യിച്ച്, എന്നിട്ട് ആ ഗോൾഡ് ഫോയിലിന് ഇന്ററാക്ട് ചെയ്തിട്ട് വരുന്ന പാർട്ടിക്കിൾസ് ഇല്ലേ, അതിന്റെ ട്രജക്ടറി, അത് ചിലത് നേരെ വരും, ചിലത് ഇങ്ങനെ തിരിഞ്ഞിട്ട് വരും, ചിലത് ഈ സൈഡിലേക്ക് വരും. അങ്ങനെ ആ ട്രജക്ടറി ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ട് മാപ്പ് ചെയ്തു. ഏതൊക്കെ ഡയറക്ഷനിലാണോ ഈ റേസ് ഈ ഗോൾഡ് ഫോയിൽ തട്ടിയിട്ട് വരുന്നത്, ഓക്കെ, അതെന്തായി സിങ്ക് ഫോയിൽ എക്സ്പെരിമെന്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ട് മാപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് അറിയാം എത്ര റേസ്, ഓരോ റേസും എങ്ങനെയൊക്കെ, ചിലത് നേരെ വരും, ചിലത് ചെറുതായിട്ട് ഒരു സ്ലൈറ്റ്ലി ഡീവിയേറ്റഡ് ആയിട്ട് വരും, ചിലത് നല്ല ഡീവിയേഷനോട് കൂടെ വരും.
സോ അതിന് അനുസരിച്ചിട്ടാണ് റുദർഫോർഡ് എന്തായി ഇതിലെ അനാലിസിസ് നടത്തിയത്. ഓക്കെ, Rutherford in his experiment directed high energy streams of alpha particles from a radioactive source at a thin sheet of 100 nanometer thickness of gold. In order to study the deflection caused to the alpha particles, he placed a fluorescent zinc sulfide screen around the thin gold foil. Rutherford made certain observations that contradicted Thomson's atomic model. Okay, നമ്മൾ തോംസൺസ് അറ്റോമിക് മോഡലിന്റെ ഡ്രോബാക്ക് എന്താ പറഞ്ഞത്? റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് എന്നുള്ള ഡിസ്കവറീസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ഒബ്സർവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, റൂദർഫോർഡ് ഇവിടെ യൂസ് ചെയ്ത എനർജി സോഴ്സ് എന്താണ്? ആൽഫാറേ ആണ്. ആൽഫാറേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നല്ല പറയാം. അതുപോലെ ഗോൾഡ് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഏത് മെറ്റീരിയലാണ് ഈ ട്രജക്ടറി നമ്മൾ മാപ്പ് ചെയ്യുന്നത്? ഫ്ലൂറസൻ സിങ്ക് സൾഫൈഡ്. ഓക്കെ, സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആണ് ഇതിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് റൂദർഫോർഡിന്റെ ഒബ്സർവേഷൻസ് എന്ന് നോക്കാം. Observations of Rutherford's alpha ray scattering experiment. Okay, എന്തൊക്കെയാണ്? A major fraction of the alpha particles bombarded towards the gold sheet passed through the sheet without any deflection. Okay, എന്താ ഉണ്ടായത്? ഇവിടെ ഗോൾഡ് ഷീറ്റ് ഉണ്ട്, ഇവിടെ സോഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ സ്ക്രീൻ ഉണ്ട്. മേജർ പാർട്ട് എന്താ ചെയ്തെന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ ആ സ്ക്രീനിൽ ചെന്ന് പതിക്കാണ് ചെയ്തത്. മേജർ പാർട്ട് ഓഫ് ദി റേഡിയേഷൻ. ഇപ്പൊ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. കാരണം എന്താ, ഈ ഒരു റേസിന് അതിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള പാർട്ടിക്കിൾസ് ഒന്നും ആ ഒരു വഴിയിൽ ഇല്ല എന്നല്ല അതിന്റെ മീനിങ്. ഇതിന് ഒരു ഡിഫ്ലക്ഷനും സംഭവിക്കാതെ നേരിട്ട് പോയിട്ട് ആ ഷീറ്റിൽ ഹിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ മീനിങ്. സോ ആദ്യത്തെ ഒബ്സർവേഷൻ എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഷീറ്റ് വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. അപ്പൊ അതിനുള്ള കൺക്ലൂഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എംപ്റ്റി. Okay, then some of the alpha particles were deflected by the gold sheet by very small angles. Okay, എന്താ ചെറുത് ചില ആൽഫ പാർട്ടിക്കിൾസ് വെരി സ്മോൾ ആംഗിൾ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടു. ആൻഡ് ഹെൻസ് ദ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഇസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആറ്റത്തിൽ തോംസൺ മോഡൽ പറഞ്ഞ പോലെ യൂണിഫോംലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്ന വെച്ചാൽ എന്താണ്? ഈ ഡിഫ്ലക്ഷൻ ഒക്കെ എല്ലായിടത്തും ഒരേപോലെ കിട്ടുമായിരുന്നു അല്ലേ? അത് മാത്രമല്ല നല്ല ഡിഫ്ലക്ഷൻ കിട്ടുകയും ചെയ്യുമായിരുന്നു. സോ ഇവിടെ മീൻ ചെയ്തത് എന്താ വെച്ചാൽ സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടുള്ളതും ചെറിയ ഇതില് ചെറിയ ആംഗിളിൽ. സോ ദ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഇസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ദ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം. ഓക്കെ, ആ വോളിയത്തിന്റെ ന്യൂക്ലിയസ് ആണ് നമ്മൾ പറയുന്നത്. ആ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട വോളിയം. ന്യൂക്ലിയസിന്റെ അടുത്ത് കൂടെ പോണ ആൾക്കാരാണ് എന്ത്? വളരെ ചെറിയ ആംഗിള് ഡീവിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി തേർഡ് പോയിന്റ് എന്താണ്? വെരി ഫ്യൂ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. ദാറ്റ് ഈസ് ഓൺലി എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഹാഡ് നിയർലി 180 ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് ഗോൾഡ് ഫോയില്. ഓക്കെ, ചില ആൽഫ പാർട്ടിക്കിൾസ് പോയി 180 ഡിഗ്രി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. എന്നുവെച്ചാല് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയില്ല എന്നൊക്കെ റിഫ്ലക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ്? വെരി ഫ്യൂ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. ദാറ്റ് ഈസ് ഓൺലി എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഹാഡ് നിയർലി 180 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അപ്പൊ അതിന് നമുക്ക് എന്താ മനസ്സിലാക്കുക? എപ്പോഴാണ് അങ്ങനെ 180 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ വരിക? ഏറ്റവും ഇന്റൻസ് ആയി പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത ഭാഗത്തു നിന്നാണ് 180 ഡിഗ്രി. ജസ്റ്റ് ഡീവിയേഷൻ പോലും അല്ല, ഡിഫ്ലക്ഷൻ ആണ് അല്ലെ? അപ്പോ അങ്ങനെ ആ ഒരു ഡിഫ്ലക്ഷൻ വരിക. സോ അതിനുള്ള കൺക്ലൂഷൻ എന്താണ്? The positively charged particles in atom is very small as compared to the total volume of atom. എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വളരെ ചെറിയ വോളിയത്തിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് കമ്പയർ ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം. ഓക്കെ, ഇപ്പൊ റുദർഫോർഡിന്റെ ഇതിൽ 3 ഒബ്സർവേഷൻസ് ആണ് ഉണ്ടായത്. ഒന്ന്, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എംപ്റ്റി. മറ്റേ നെക്സ്റ്റ് എന്താണ്? ജെ തോംസൺ മോഡൽ പറഞ്ഞ പോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയല്ല പോസിറ്റീവ് ചാർജ്. കാരണം ആൽഫ റേസിൽ ചിലത് വളരെ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഡീവിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? വളരെ വളരെ കുറച്ച് റേസ് 180 ഡിഗ്രി ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യും. വിച്ച് മീൻസ് ആ ഡിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ്. അത് വളരെ കുറച്ച് ചെറിയ ഫ്രാക്ഷൻ ഓഫ് റേസ് മാത്രമേ അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇന്റൻസ് ആയി പോസിറ്റീവ്ലി ചാർജ് ഇന്റൻസ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഭാഗത്തിന്റെ വോളിയം എന്ന് പറയുന്നത് കമ്പയർ ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഈ ഒബ്സർവേഷൻസ് വെച്ചിട്ട് റുദർഫോർഡ് ഒരു അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തു. അപ്പൊ അതിൽ എന്തൊക്കെയാ പറയണത്? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. The positive charge and most of the mass of an atom is concentrated in an extremely small volume. Okay, the positive charge and most of the mass of an atom is concentrated in an extremely small volume. He called this region of the atom as nucleus. Okay, positively charged particles concentrate ചെയ്ത പാർട്ടിനെ റൂദർഫോർഡ് എന്ന് വിളിച്ചു, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. നെക്സ്റ്റ്, Rutherford's model proposed that the negatively charged electrons surround the nucleus of an atom. ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ആരുള്ളത്? നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഉള്ളത്. നേരത്തെ തോംസൺസ് മോഡലിൽ നേരെ തിരിച്ചിരുന്നു അല്ലെ? ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഔട്ടർ സ്ഫിയറിന്റെ പുറത്തും അതുപോലെ നെഗറ്റീവ് ചാർജസ് സ്ഫിയറിന്റെ ഉള്ളിലുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. Negatively charged electrons surround the nucleus of an atom. He also claimed that the electrons surrounding the nucleus revolve around it with very high speed in circular path. Okay, നമ്മൾ ഓർബിറ്റിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇങ്ങനെ, ഇപ്പൊ ന്യൂക്ലിയസ് ആ ഒരു കോൺസെപ്റ്റ് വന്നു, അതേപോലെ റുദർഫോർഡ് ഒരു ഓർബിറ്റിന്റെ കോൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നു. And then he also claimed that the electrons surrounding the nucleus revolve around it with very high speed in circular path. He named these circular paths as orbits. നേരത്തെയൊക്കെ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ റൂദർഫോർഡ് പറഞ്ഞു ഇലക്ട്രോൺസ് സ്റ്റേഷനറി അല്ല, മറിച്ച് അവരെന്ത് ചെയ്തു? അവര് ഒന്ന് ന്യൂക്ലിയസിന്റെ പുറത്ത് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവർ വെറുതെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കല്ല, മറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള സർക്കുലർ പാത്തിൽ അവർ ന്യൂക്ലിയസിന് ചുറ്റും ഹൈ സ്പീഡിൽ എന്തായി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവർ ഈ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ എന്ത് വിളിച്ചു? ഓർബിറ്റ്സ് എന്ന് വിളിച്ചു റൂദർഫോർഡ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, ഇലക്ട്രോൺസ് ബീങ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ന്യൂക്ലിയസ് ബീങ് എ ഡെൻസ്ലി കോൺസെൻട്രേറ്റഡ് മാസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ എ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഇതിനെ പിടിച്ചു നിർത്തുന്ന, ഇതിനിങ്ങനെ ഈ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇപ്പൊ ഒരു നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് ആറ്റം അൺസ്റ്റേബിൾ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ സ്റ്റെബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ റൂദർഫോർഡ് പറഞ്ഞത്? They are held together by a strong electrostatic force of attraction. Okay, electrons being negatively charged and nucleus being densely concentrated mass of positively charged particles are held together by a strong electrostatic force of attraction. അപ്പൊ ഇതാണ് റൂദർഫോർഡിന്റെ മോഡല്. പോസിറ്റീവ് ചാർജ് വളരെ കുറഞ്ഞൊരു വോളിയത്തിൽ ഇന്റൻസ്ലി പാക്ഡ് ആയി നിൽക്കുന്നു. അതിന് ചുറ്റും നെഗറ്റീവ് ചാർജസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റ് കൂടെ ഹൈ വെലോസിറ്റിയിൽ ന്യൂക്ലിയസിന് ചുറ്റണം. അതാണ് ആര് പറയുന്നത്? റൂദർഫോർഡ് പറഞ്ഞത്. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് അറ്റോമിക് മോഡൽ. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, Rutherford's model was unable to explain the stability of an atom. Rutherford സ്റ്റെബിലിറ്റിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു. ഇങ്ങനെ ഇത് തമ്മിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ നല്ലൊരു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അങ്ങനെയാണ് ഈ ആറ്റം ഇതേപോലെ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷെ ആ സമയത്ത് മാക്സ്വെൽ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിരുന്നു. മാക്സ്വെൽ എന്താ പറഞ്ഞു വെച്ചാല്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്തു. മാക്സ്വെൽ പ്രൂവ് ചെയ്തു, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ റുദർഫോർഡ് എന്താ പറഞ്ഞേ? ചാർജ്ഡ് പാർട്ടിക്കിളായ ഇലക്ട്രോണ് ന്യൂക്ലിയസിന്റെ ചുറ്റും ഹൈ വെലോസിറ്റിയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കറക്റ്റ് ഒരു പാത്തിലെ ഓർബിറ്റ് കൂടെ ഹൈ വെലോസിറ്റിയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, according to Rutherford's postulate, electrons revolve at a very high speed around the nucleus of an atom in a fixed orbit. അല്ലേ?
However, Maxwell explained accelerated charged particles release electromagnetic radiations. Okay? അപ്പൊ എന്താ ഈ ഇലക്ട്രോൺസ് ആക്ച്വലി ആക്സിലറേറ്റഡ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാർജ്ഡ് പാർട്ടിക്കിളും ആണ്. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു മാക്സ്വെൽ തിയറി, ഇലക്ട്രോൺസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യണം, അല്ലേ? Therefore, electrons revolving around the nucleus will release electromagnetic radiation. Okay. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റൂദർഫോർഡ്സ് തിയറിക്ക് കഴിഞ്ഞില്ല, മോഡലിന് കഴിഞ്ഞില്ല. The electromagnetic radiation will have energy from the electronic motion, as a result of which the orbits will gradually shrink. Okay? എന്താ മീൻ ചെയ്യണത്? അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്യാണ്. ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? എനർജി അല്ലേ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. സോ ആ എനർജി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിന്റെ ഈ മൂവ്മെന്റ് എന്നുള്ള എനർജിയാണ് പോണത്. സോ അതിനനുസരിച്ച് ഇലക്ട്രോണിന്റെ ഈ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരും. കുറഞ്ഞ് ലാസ്റ്റ് ഉണ്ടാവും ഇലക്ട്രോൺ കറങ്ങി ന്യൂക്ലിയസിലേക്ക് വീഴും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ. സോ ഈ ഇലക്ട്രോണിന്റെ ഓർബിറ്റ് ഷ്രിങ്ക് ചെയ്തിട്ട് ആറ്റം കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് അക്കോർഡിംഗ് ടു മാക്സ്വെൽ തിയറി. ഓക്കെ. സോ അത് പക്ഷെ അത് സംഭവിക്കണില്ല, അല്ലെ? ആറ്റം എന്ന് പറഞ്ഞത് ഒരു സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ആറ്റം കൊളാപ്സ് ചെയ്യുന്ന സംഭവം നടക്കുന്നില്ല? അപ്പൊ അവിടെ ആറ്റത്തിനെ ആ ഓർബിറ്റിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. ഓക്കെ. The electromagnetic radiation will have energy from the electronic motion, as a result of which the orbits will gradually shrink. Electrons ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ എനർജി കുറഞ്ഞിട്ട് ഇതിന്റെ ഇലക്ട്രോണിന്റെ ഓർബിറ്റിന്റെ റേഡിയസ് കുറയും. ഓർബിറ്റിംഗ് ഷ്രിങ്ക് ആയി വരും. ഫൈനലി ദ ഓർബിറ്റ്സ് വിൽ shrink and collapse in the nucleus of an atom. ഓക്കെ. അങ്ങനെതായി ആറ്റം അൺസ്റ്റേബിൾ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. According to the calculations, if Maxwell's explanation is followed, Rutherford's model will collapse with 10⁻⁻8 seconds. അത്രയും കുറഞ്ഞ 10⁻⁸ സെക്കൻഡ് പോലും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഇതിന് റൂദർഫോർഡ് മോഡലിന്. റൂദർഫോർഡ് പറഞ്ഞ പോലെയാണ് ആറ്റംസ് അല്ല. ഒരു ആറ്റത്തിന് 10⁻⁸ സെക്കൻഡ് പോലും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ ആറ്റം സ്റ്റേബിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണതെന്ന് പറയാൻ ആർക്ക് കഴിഞ്ഞില്ല? റൂദർഫോർഡിന് കഴിഞ്ഞില്ല. ഓക്കെ. Next, Rutherford's theory was incomplete because it didn't mention anything about the arrangement of electrons in the orbit. This was one of the major drawbacks of Rutherford atomic model. Rutherford പറഞ്ഞു ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന്റെ ചുറ്റും കറക്റ്റ് ഓർബിറ്റ്സിൽ ഇങ്ങനെ എന്താ പറയാ ഹൈ സ്പീഡിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെ? എത്ര ഇലക്ട്രോൺസ്, കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല ഒരു എലിമെന്റിൽ. ആ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇതൊക്കെ ഈ ഓർബിറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരേ ഓർബിറ്റിലാണോ ഡിഫറെന്റ് ഓർബിറ്റൽസിലാണോ, എങ്ങനെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റിനെ കുറിച്ചിട്ടൊന്നും ആർക്ക് പറയാൻ കഴിഞ്ഞില്ല? റൂദർഫോർഡിന്റെ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് റൂദർഫോർഡിന്റെ ഈ ലിമിറ്റേഷൻസിനൊക്കെ മറികടന്നുകൊണ്ട് വന്ന ഒരാളാണ് ബോർസ് തിയറി. ബോർ സജസ്റ്റ് ചെയ്ത തിയറി, ബോർസ് തിയറി ഓഫ് ആറ്റം. The Bohr model of the atom was proposed by Niels Bohr in 1915. It came into existence with the modification of Rutherford's model of an atom. Rutherford's model introduced the nuclear model of an atom, in which he explained that a nucleus is surrounded by negatively charged electrons. Okay, റൂദർഫോർഡിൽ അങ്ങനെ പറഞ്ഞല്ലോ, ന്യൂക്ലിയസ് ഒരു വളരെ കുറഞ്ഞ വോളിയത്തിൽ നിൽക്കുന്നു, അതിന് ചുറ്റും പല ഓർബിറ്റ്സിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണു. അതൊക്കെ റൂദർഫോർഡ് പറഞ്ഞു. അതൊക്കെ ബോറും അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും കൂടെ മോഡിഫൈഡ് വേർഷൻ ആണ് ബോറിന്റെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. Bohr theory modified the atomic structure model by explaining that electrons move in fixed orbitals and not anywhere in between. എന്ന് വെച്ചാല് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാന്ന് പറയുന്നത് കറക്റ്റ് ഓർബിറ്റിലായിരിക്കും. ഇതിന്റെ ഇടയിലുള്ള സ്പേസിലൊന്നും ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യതയില്ല. ഓക്കെ, സോ അങ്ങനെയാണ് ബോർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. Bohr's theory modified the atomic structure model by explaining that electrons move in fixed orbitals and not anywhere in between. And he also explained that each orbit or shell has a fixed energy. Okay, ഓരോ ഷെൽ, ഇതൊന്നും റുദർഫോർഡ് പറയാത്ത കാര്യങ്ങളാണ്.
റുദർഫോർഡ് കുറെ ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഈ ഓർബിറ്റ്സ് തമ്മിലുള്ള എനർജി എങ്ങനെയാണ്, ഇവിടെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കണമെന്നൊന്നും റുദർഫോർഡ് പറഞ്ഞിട്ടില്ല. അപ്പൊ ബോർ എന്ത് പറഞ്ഞു, കുറെ ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഓരോ എനർജി ലെവൽസ് ആണ്. ഈ സ്പെസിഫിക് ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോണിനെ കാണുള്ളൂ. ഇതിന്റെ ഇടയിലുള്ള സ്പേസിലൊന്നും ഇലക്ട്രോൺസിനെ കാണാൻ പ്രോബബിലിറ്റി ഇല്ല. ഓക്കെ, മാത്രമല്ല ഈ ഓരോ ഓർബിറ്റിന്റെയും എനർജി ഡിഫറെന്റ് ആണ്. ഫിക്സഡ് ആണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. ഓക്കെ, റുദർഫോർഡ് explained the nucleus of an atom and Bohr modified that model into electrons and their energy levels. Okay, റുദർഫോർഡിന്റെ ന്യൂക്ലിയർ കോൺസെപ്റ്റ് കറക്റ്റ് ആണ്, അത് ബോർ അതേപോലെ തന്നെ എടുത്തു. അതിൽ ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ബോർ മോഡൽ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, Bohr's model consists of a small nucleus, a positively charged nucleus, surrounded by negative electrons moving around the nucleus in orbits. Bohr found that an electron located away from the nucleus has more energy, and the electron which is closer to the nucleus has less energy. Okay, എന്താ ഇതിൽ ഡിഫറൻസ് വന്നത്? നേരത്തെ എനർജിനെ കുറിച്ചോ ഡിഫറെന്റ് ഓർബിറ്റ്സിനെ കുറിച്ചൊന്നും റുദർഫോർഡ് പറഞ്ഞിരുന്നില്ല. അപ്പൊ ബോർ പറയാൻ ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ ഡിഫറൻസ് കൂടുന്തോറും, ഓക്കെ, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഓർബിറ്റിന്റെ എനർജി കൂടും. ഓക്കെ, ആ ഓർബിറ്റിന്റെ എനർജി കൂടുക പറഞ്ഞാൽ അതിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടും. സോ ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജിനെക്കാളും കുറവായിരിക്കും ന്യൂക്ലിയസിനോട് അടുത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി. ഓക്കെ, സോ ഇനി ഇതിലെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാ നോക്കാം. എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ്? In an atom, electrons revolve around the positively charged nucleus in a definite circular path called orbits or shells. റുദർഫോർഡിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. അതിന് ഷെല്ല് എന്ന് വിളിച്ച അറിവോ. In an atom, electrons revolve around the positively charged nucleus in a definite circular path called orbits or shells. Each orbit or shell has a fixed energy, and these circular orbitals are known as orbital shells. Okay? ഓരോ ഓർബിറ്റിനും എന്താണ്, ഒരു ഫിക്സ്ഡ് എനർജി ഉണ്ട്. സോ ഡിഫറെന്റ് ഫിക്സ്ഡ് എനർജി ഉള്ള ആൾക്കാരാണ് ഓർബിറ്റ്സ് ആണ് ഇതിന് ചുറ്റുള്ളത്, ന്യൂക്ലിയസിന് ചുറ്റുള്ളത്. ദ എനർജി ലെവൽസ് ആർ റെപ്രസെന്റഡ് ബൈ ആൻ ഇന്റിജർ n is equal to 1, 2, 3 known as the quantum number. This range of quantum numbers start from nucleus side with n is equal to 1 having the lowest energy level. The orbits n is equal to 1, 2, 3, 4 are assigned k, l, m, n shells, and when an electron attains the lowest energy level, it's said to be in the ground state. അപ്പൊ എന്താ പറഞ്ഞ, ന്യൂക്ലിയസിന് അടുത്തുള്ള ഓർബിറ്റിന് എനർജി കുറവായിരിക്കും. ദൂരെ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഓർബിറ്റിന്റെയും ആ ഓർബിറ്റിൽ ഉള്ള ഇലക്ട്രോണിന്റെയും എനർജി കൂടുന്നു പറഞ്ഞു. ഓക്കെ, ബോർ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഓരോ ഓർബിറ്റിനും ഓരോ നമ്പർ കൊടുത്തു. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ആള് n is equal to 1, നെക്സ്റ്റ് ആള് n is equal to 2, നെക്സ്റ്റ് ആള് n is equal to 3, അതിന്റെ അടുത്ത ആള് n is equal to 4. ഓക്കെ, ഈ നമ്പറിനനുസരിച്ച് ഈ ഓർബിറ്റ്സിനെ നെയിമും ചെയ്തു. ഈ ഷെൽ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിനെ നെയിം ചെയ്തു. n is equal to 1 ആണെങ്കിൽ അത് k ഷെല്ലാണ്, 2 ആണെങ്കിൽ l ഷെല്ലാണ്, 3 ആണെങ്കിൽ m ഷെല്ലാണ്, 4 ആണെങ്കിൽ n ഷെല്ലാണ്. ഇങ്ങനെ ഓരോ ഷെല്ലിനും നമ്പറും നെയിമും കൊടുത്തു. ഓക്കെ, ഇനി എന്താ പറയണ, ഒരു ഇലക്ട്രോണ് ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഇലക്ട്രോണിന്റെ എനർജി കൂടാണ്. സോ ഒരു ഇലക്ട്രോൺ ഏറ്റവും കുറഞ്ഞ എനർജിയിൽ ഉണ്ടാവുക എവിടെയാണ്, n is equal to 1 ഷെല്ലിലായിരിക്കും അല്ലെ, കാരണം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലാണ്. അതിന് ആ ഒരു സ്റ്റേറ്റിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ്, ബാക്കിയൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലിലാണ് ഒരു ഇലക്ട്രോൺ ഏറ്റവും കുറവ് എനർജി ഉണ്ടായിരിക്കാൻ കഴിയുക. സോ അതിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിച്ചു. അതിന്റെ അപ്പുറത്തുള്ള ലെവൽസ് കൂടുന്തോറും ഇലക്ട്രോണിന്റെ എനർജിയും കൂടും. ഓക്കെ, next, the electrons in an atom move from a lower energy level to a higher energy level by gaining the required energy, and an electron moves from higher energy level to lower energy level by losing energy. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ലെവലിനും ഡിഫറെന്റ് എനർജി ആണുള്ളത് അല്ലെ. പിന്നെ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും എനർജി കൂടുന്നു പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഏറ്റവും എനർജി കുറവുള്ള ഇലക്ട്രോൺ ഉണ്ടാവുക എവിടെയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, അതായത് n is equal to 1 k ഷെല്ലിലാണെന്ന് പറഞ്ഞു. ഈ
ഒരു ഇലക്ട്രോണിന് ഒരു പെർട്ടിക്കുലർ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോവാം. അതാണ് ബോറിന്റെ അടുത്ത പോസ്റ്റുലേറ്റ്. ഓക്കെ, ഇലക്ട്രോൺ അങ്ങനെ എക്സൈറ്റ് ചെയ്യപ്പെടും. തിരിച്ച് ആ എമിറ്റ് ചെയ്ത അതേ എനർജി, അബ്സോർബ് ചെയ്ത അതേ എനർജി എമിറ്റ് ചെയ്തിട്ട് തിരിച്ച് അതിന്റെ മുന്നത്തെ സ്റ്റേറ്റിലേക്ക് വരാം. ഓക്കെ, സോ ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ ഒക്കെ ആര് എക്സ്പ്ലെയിൻ ചെയ്തു? ബോർ തിയറി എക്സ്പ്ലെയിൻ ചെയ്തു. ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം മൂവ് ഫ്രം എ ലോവർ എനർജി ലെവൽ ടു എ ഹയർ എനർജി ലെവൽ ബൈ ഗെയിനിങ് ദ റിക്വയർഡ് എനർജി. എത്രയാണ് ഈ റിക്വയർഡ് എനർജി പറഞ്ഞത്? ഈ രണ്ട് ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ആയിരിക്കും, എനർജി ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഗെയിനിങ് ദ റിക്വയർഡ് എനർജി ആൻഡ് an electron moves from higher energy level to lower energy level by losing energy. ഓക്കെ, അപ്പോ ലോവർ ലെവലിലുള്ള ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് പോകും. ഹയർ ലെവലിലുള്ള ആള് എനർജി റിലീസ് ചെയ്തിട്ട് ലോവർ ലെവലിലേക്ക് വരാം. അതിനുള്ള പോസിബിലിറ്റി ഒക്കെ ബോർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇറ്റ് വയലേറ്റ്സ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യണ തിയറിയാണ് ഏത്? ബോർ തിയറി. ഓക്കെ, എന്താ കാരണം? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇറ്റ്സ് ഇമ്പോസിബിൾ ടു predict both the position and momentum of a fast moving charged particle. അല്ലെ, ഇലക്ട്രോൺ പോലൊരു പാർട്ടിക്കിൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റവും അതേപോലെ പൊസിഷനും ഒരേ സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷെ ബോറിന്റെ മോഡൽ വെച്ച് എങ്ങനെയാണ്? ദേ കൺസിഡർ ഇലക്ട്രോൺസ് ടു ഹാവ് ബോത്ത് എ നോൺ റേഡിയസ് ആൻഡ് ഓർബിറ്റ്. അല്ലെ, കറക്റ്റ് ഒരു ഓർബിറ്റ്, അതിന് പോവാനുള്ള കറക്റ്റ് പാത്തും അതേപോലെ ആ പാത്തിലേക്ക് കറക്റ്റ് ഒരു റേഡിയസും എന്ത് ബോർ മോഡൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ പൊസിഷൻ ആൻഡ് മൊമെന്റം അറ്റ് ദി സെയിം ടൈം വിച്ച് ഇസ് ഇമ്പോസിബിൾ അക്കോർഡിംഗ് ടു ഹെയ്സൻബർഗ്. സോ ബോർ തിയറി അനുസരിച്ച് ഇലക്ട്രോണിന് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തുണ്ട്, ഒരു കറക്റ്റ് പൊസിഷനും കറക്റ്റ് മൊമെന്റ് പറയാൻ പറ്റുന്നതാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം അത് പറ്റൂല. സോ അതാണ് ഒരു ലിമിറ്റേഷൻ, ബോർ തിയറിന്റെ ലിമിറ്റേഷൻ. നെക്സ്റ്റ് എന്താണ്? The Bohr atomic model theory made correct predictions for smaller sized atoms like hydrogens, but poor spectral predictions are obtained when larger atoms are considered. അപ്പൊ ഈ ഹൈഡ്രജൻ പോലുള്ള ഹൈഡ്രജൻ ലൈക്ക് മോളിക്യൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ സ്പെക്ട്ര എന്ന് പറയുന്നത് എന്താണ്? താഴെ ലെവലിലുള്ള എനർജി ലെവലിലുള്ള ഒരു ഇലക്ട്രോണ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആവുന്നു. ഈ ഇലക്ട്രോണിനെ ഈ അബ്സോർബ് ചെയ്ത എനർജി എമിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, സോ ഈ എമിറ്റ് ചെയ്ത എനർജി എത്രയാണ് നമുക്ക് സ്പെക്ട്രം ആയിട്ട് കിട്ടും. ഓക്കെ, അത് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്ര എന്ന് പറയുമല്ലോ. സോ ഹൈഡ്രജന്റെ കേസിൽ ഈ ഒരു സ്പെക്ട്ര, ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? ബോറിന് കഴിഞ്ഞു. ഓക്കെ, ഹൈഡ്രജനിൽ ആകെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അതേപോലെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിന് പറ്റുമായിരിക്കും. പക്ഷെ രണ്ടോ അല്ല അതിലധികം ഇലക്ട്രോൺസ് ഒക്കെ ഉള്ള ആറ്റംസിന്റെ കേസിൽ ഈ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ബോറിന്റെ മോഡലിന് കഴിഞ്ഞു. ഓക്കെ, ഇനി വേറൊന്നും എന്താ വെച്ചാൽ സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സ്പെക്ട്ര എന്ന് പറഞ്ഞല്ലോ, അതായത് എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺ തിരിച്ച് ഡി എക്സൈറ്റഡ് ആയി ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന എനർജി, ആ ഒരു റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്പെക്ട്ര പറയാം. ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ രണ്ട് കേസിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഇതാണ് സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സീമാൻ എഫക്റ്റ് എന്താണ്? ഇൻ സീമാൻ എഫക്റ്റ് വി ഒബ്സർവ് ദ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സ്ട്രോങ് എക്സ്റ്റേണലി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്പെക്ട്ര എടുക്കുമ്പോൾ ഒരു സ്ട്രോങ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സ്പെക്ട്രൽ ലൈൻസ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ? സീമാൻ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, സീമാൻ എഫക്റ്റ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ആവും. അതേപോലെ ഒന്നാണ് സ്റ്റാർക്ക് എഫക്റ്റ്. സ്റ്റാർക്ക് എഫക്റ്റ് എന്താണ്? ഇറ്റ്സ് എ ഫിനോമിനൻ വേർ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ആവും. അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയാം. സോ ഈ രണ്ട് എഫക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ബോർ മോഡലിന് കഴിഞ്ഞില്ല.
ഹൈഡ്രജന്റെ നോർമൽ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷെ അതിന്റെ സ്പ്ലിറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് സീമാൻ എഫക്ട്. അതുപോലെ അതിന്റെ സ്പ്ലിറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്, അതാണ് സ്റ്റാർക്ക് എഫക്ട്. ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ബോർ തിയറിക്ക് കഴിഞ്ഞില്ല. ഈ സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും എന്താണെന്ന് കറക്റ്റ് അറിയണം കേട്ടോ. സീമാൻ എഫക്ട് പറഞ്ഞാല് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്തുണ്ടാവുന്നത്? സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത്. സ്റ്റാർക്കില് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ സീമാനില് എം ഇല്ലേ? എം എ സീമാൻ. അപ്പൊ ഇത് മാഗ്നറ്റ് എന്നുള്ളതിനൊരു കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, സീമാൻ മാഗ്നറ്റ്. സ്റ്റാർക്ക് എന്നുള്ളതാണെങ്കിൽ സ്പാർക്ക്. ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് സ്പാർക്ക് കാണൂല്ലേ? ഓക്കെ, അപ്പൊ അത് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഇത് വൺ വേർഡ് ഒക്കെ ആയിട്ട് വരട്ടെ. ഇത് അറിഞ്ഞിരിക്കണം. സ്റ്റാർക്ക് ഏതാണ്, സീമാൻ എന്താണ്, നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ബോർ തിയറിന്ന് നമുക്ക് 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ബോർ റേഡിയസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഓരോ ഓർബിറ്റ്സ് ഉണ്ടല്ലോ, ഓരോ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ്സ്, അത് ഡിഫറെന്റ് എനർജിയുള്ള ഓർബിറ്റ്സ് ആണെന്ന് പറയാം. ഈ ഓരോ ഓർബിറ്റിന്റെയും റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും എനർജിയും, ഇത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഇക്വേഷൻസ്, ഡെറിവേഷൻ ഒന്നും നോക്കണ്ട, അതിന്റെ ജസ്റ്റ് ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബോർ റേഡിയസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബോർ റേഡിയസ് ഇസ് എ ഫിസിക്കൽ കോൺസ്റ്റന്റ് ദാറ്റ് റെപ്രസെന്റ്സ് ദ മോസ്റ്റ് പ്രോബബിൾ ഡിസ്റ്റൻസ് between the electron and nucleus of a hydrogen atom at its ground state. ഇപ്പൊ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇതാണ് ഇലക്ട്രോൺ എന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസ് തമ്മിൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഈ ഓർബിറ്റിന്റെ റേഡിയസ്. ഓക്കെ, അത് എത്രയാണെന്നാണ് ബോർ റേഡിയസ് കൊണ്ട് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ബോർ റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? ഇങ്ങനെയാണ് ഇക്വേഷൻ വരും, പക്ഷെ അതിന് കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള സിമ്പിൾ ഫോം ആണ് radius is equal to Rn, radius of nth orbit is equal to 0.529 into n square divided by z angstrom. Okay, angstrom ആണ് യൂണിറ്റ്. നോക്കണം, മീറ്ററിലൊക്കെ ആണെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതണം. ജസ്റ്റ് നമുക്ക് എന്ത് അറിഞ്ഞാൽ മതി? n അറിഞ്ഞാൽ മതി. n എന്ന് വെച്ചാൽ എത്രാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് അറിയേണ്ടത്, അത് ക്വസ്റ്റ്യനിൽ തരും. അതേപോലെ ഏതാണ് z, അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയണം. ഓക്കെ, so Rn is equal to 0.529 n square divided by z angstrom. അപ്പൊ ഈ ഇക്വേഷന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ തരാം. ഇപ്പോ ഹീലിയത്തിന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ അല്ലെങ്കിൽ ഇപ്പോ ലിഥിയത്തിന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്, അങ്ങനെയൊക്കെ തരാം. അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ അറിയാം, പിന്നെ എത്രാമത്തെ ഓർബിറ്റ് ആണ് തരുന്നത് അതാണ് n. അത് രണ്ടും മാത്രം അറിഞ്ഞാൽ നമുക്ക് ആൻസറത്തിൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് velocity of an electron in the nth orbit. ഓക്കെ, nth ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി. വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇതാണ് v is equal to z d square 2nh epsilon 0. ഇതിൽ ബാക്കി എല്ലാ കോൺസ്റ്റൻസിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ ആണ് v is equal to 2.19 into 10 raised to 6 z by n meter per second. Okay, v is equal to 2.19 into 10 raised to 6 z by n മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമുക്ക് സെഡ് n മാത്രം കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാം? ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ചോദിക്കാം. ഇപ്പൊ ഹീലിയത്തിന്റെ സെക്കൻഡ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എത്ര? അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പറും അറിയണം, എന്നിന്റെ വാല്യൂ അറിയണം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അറിയണം. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നേരിട്ട് നമുക്ക് ആൻസർ ഉണ്ട്. മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. നെക്സ്റ്റ്, എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ്. എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ് 2 യൂണിറ്റ്സിൽ പറയുന്നുണ്ട്. ഒന്ന് ജൂൾ പെർ ആറ്റം, അതേപോലെ ജൂൾ പെർ മോൾ ഓഫ് ആറ്റംസ്. ഓക്കെ, ജൂൾ പെർ ആറ്റത്തിലാണെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോണിന്റെ ഇക്വേഷൻ എന്താണ്? -2.179 into 10 raised to -18 z square divided by n square ജൂൾ പെർ ആറ്റം. ഓക്കെ, ഏതിലാണ് ചോദിക്കുന്നത് ശ്രദ്ധിക്കണം. ജൂൾ പെർ ആറ്റം ആണോ ജൂൾ പെർ മോൾ ആണോ ചോദിക്കുന്നത് ശ്രദ്ധിക്കണം. ജൂൾ പെർ മോൾ ആണെങ്കിൽ -1.316 into 10 raised to 6
Z²/n² ജൂൾ പെർ മോൾ. ഓക്കെ, ഇതിലെല്ലാത്തിലും നമുക്ക് അറിയേണ്ടത് ആകെ Z2n മാത്രമേ ഉള്ളൂ, ഈ മൂന്നെണ്ണത്തിൽ. സോ സിംപ്ലി നമുക്ക് ഇങ്ങനെ തരും, ഏതെങ്കിലും ഒരു എലിമെന്റിന്റെ ഇത്രാമത്തെ ഓർബിറ്റില് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ. സോ ആ ഓർബിറ്റിന്റെ ജസ്റ്റ് അങ്ങനെ പറയുള്ളൂ, എലിമെന്റ് ഏതാണ് ഓർബിറ്റ്. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഓർബിറ്റിന്റെ റേഡിയസ് ചോദിക്കാം, വെലോസിറ്റി ചോദിക്കാം, അതിലെ ഇലക്ട്രോണിന്റെ എനർജി ഇൻ 2 യൂണിറ്റ്സിൽ, ജൂൾ പെർ ആറ്റം, ജൂൾ പെർ മോളും. രണ്ടും നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് വാല്യൂസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, അത് വെച്ചിട്ട് പ്രോബ്ലംസ് വരും. ഇനി നെക്സ്റ്റ് വൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? നമുക്കറിയാം, ഒരു മെറ്റൽ സർഫസിൽ ഒരു റേഡിയേഷൻ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ സർഫസിന്റെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസ് ഇജക്റ്റ് ആയി പോവുക. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ ഫിനോമിനയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇസ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റീരിയൽ കോസ്ഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സച്ച് ആസ് UV ലൈറ്റ്. ഓക്കെ, ഒരു മെറ്റൽ സർഫസിൽ റേഡിയേഷൻ ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഇലക്ട്രോൺസ് എമിറ്റഡ് ഇൻ ദിസ് മാനർ ആർ കോൾഡ് ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്താ വിളിക്കുക? ഫോട്ടോ ഇലക്ട്രോൺസ്. ഇതാണ് സംഭവം. ഒരു റേഡിയേഷൻ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പുറത്ത് ഏറ്റവും ലൂസ്ലി ബോണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏതൊരു റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കോസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആ റേഡിയേഷന് ഒരു എനർജി, കറക്റ്റ് ഒരു എനർജി വേണം, ഒരു മിനിമം എനർജി വേണം. ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിക്വയർഡ് ടു ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ഈസിബിൾ ടു h ഒന്നല്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ മുകളിലേക്ക് എനർജി ഉള്ള റേഡിയേഷൻ മാത്രമേ ഒരു മെറ്റലിന് ഇത്തരത്തിൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ കഴിയുള്ളൂ. സോ ആ ഒരു ലിമിറ്റ് അല്ലെ, ആ ലിമിറ്റ് ഓൺലി ആ ലിമിറ്റിന്റെ മുകളിലുള്ള റേഡിയേഷൻ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കോസ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു ലിമിറ്റിനെ നമ്മൾ എന്ത് പറയാ? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസി. Then photoelectric work function. It's a minimum energy required to eject an electron from the surface. Okay, എന്താണ് ഈ മെറ്റൽ സർഫസ്? മെറ്റലിൽ ഇങ്ങനെ ആ ന്യൂക്ലിയസിനോട് ബൗണ്ട് ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോൺസ് അല്ലേ. സോ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ, ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ. അതിന് കൊടുക്കേണ്ട മിനിമം എനർജിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നോക്കട്ടെ രണ്ടെണ്ണം, ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിക്വയർഡ് ടു ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ, അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ദെൻ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മിനിമം എനർജി, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തെടുത്ത് റിലീസ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. ഇത് രണ്ടും ഈ മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വെച്ചാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മെറ്റലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോ മെറ്റലിനും ഓരോ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാവും, ഓരോ മെറ്റലിനും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷനും ഉണ്ടാവും. അതിന് മുകളിൽ വന്നാൽ മാത്രമേ ആ മെറ്റലിന് എന്ത് പോസിബിൾ ആവുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇനി ഇജക്റ്റ് ആയി പോകുന്ന, ഇങ്ങനെ ഇജക്റ്റ് ആയി പോകുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, ഇതാ ഇങ്ങനെ പോകുന്ന ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റിന്റെ എനർജി, അതായത് അതിന്റെ കൈനറ്റിക് എനർജി, അത് എത്ര സ്പീഡിൽ ഇജക്റ്റ് ആയി പോകും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ്. ഓക്കെ, the maximum kinetic energy of ejected electrons is given by kinetic energy is equal to h nu minus phi. h nu എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. phi എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു 10 യൂണിറ്റ് 10 എനർജി ഉണ്ടെന്ന് വിചാരിക്കും നമ്മുടെ അടുത്ത്. 10 ആണ് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ എനർജി. 10 ആണ് ആ വരുന്ന റേഡിയേഷൻ, ഇൻസിഡന്റ് റേഡിയേഷന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. പക്ഷെ
നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. 3 ഉണ്ടെങ്കിലേ നമുക്ക് ഇതിന്ന് ഈ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ 3 നമ്മൾ എന്തിനു യൂസ് ചെയ്തു? ഈ ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ യൂസ് ചെയ്തു. ബാക്കി 10 - 3 ഉണ്ടാവില്ലേ, ഈക്വൽ 7 മാത്രമേ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, ബാക്കി 3 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 ആയിരുന്നു ടോട്ടൽ ഇൻസിഡന്റ് ഇതിന്റെ എന്താ പറയാ ഇൻസിഡന്റ് റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് റേഡിയേഷൻ ഈസ് ഈക്വൽ ടു hν - phi. hν എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, phi എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വേറൊരു പോയിന്റ്, ഈ കൈനറ്റിക് എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇങ്ങനെ വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അല്ലെ, ഇന്റൻസിറ്റി, ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഏതിനൊക്കെ ഈ വർക്ക് ഫംഗ്ഷനെ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, ഇനി നേരെ വെച്ചാൽ അത് വേവ് ലെങ്ത്തിന്റെ കേസിലാണെങ്കിലോ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് അല്ലേ. സോ വേവ് ലെങ്ത് കുറയുമ്പോഴാണ് എന്ത് കൂടുക? കൈനറ്റിക് എനർജി കൂടുക. ഓക്കെ, സോ ഫ്രീക്വൻസിക്കും വേവ് ലെങ്ത്തിനും ഇതിൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഫ്രീക്വൻസി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതിന് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, ഇനി വേറെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, ഇൻസിഡന്റ് റേഡിയേഷന്റെ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ അതിന് ചില ഗ്രാഫ് വരും ഇങ്ങനെ. ഇത് കൈനറ്റിക് എനർജി. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പൊ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ കൂടുന്നതിനനുസരിച്ച് എന്തായി? കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടും. ഓക്കെ, ഇനി ഇവിടെ കൈനറ്റിക് എനർജി, ഇവിടെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഈ രണ്ട് ഗ്രാഫും ഓർത്തിരിക്കണം. കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസിയും അതേപോലെ കൈനറ്റിക് എനർജി വേഴ്സസ് ഇന്റൻസിറ്റിയും. ഇനി കൈനറ്റിക് എനർജി വേഴ്സസ് ഇതാണെങ്കിലോ ലാംഡ ആണെങ്കിലോ, കൈനറ്റിക് എനർജി ലാംഡ കൂടുമ്പോൾ കൈനറ്റിക് എനർജി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യല്ലേ. ലാംഡ കുറയുമ്പോഴാണ് ആക്ച്വലി കൈനറ്റിക് എനർജി കൂടുക. ഓക്കെ, സോ ഈ ഗ്രാഫുകൾ ഓർത്തിരിക്കുക. എങ്ങനെ ഗ്രാഫ് വന്നേ? കൈനറ്റിക് എനർജി വേഴ്സസ് ന്യൂ, അതായത് ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ഫസ്റ്റ് ആണ്. കൈനറ്റിക് എനർജി വേഴ്സസ് ഇന്റൻസിറ്റി ആണെങ്കിൽ ഇന്റൻസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പാർട്ടിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരിക: കാൽക്കുലേറ്റ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് photo electrons emitted when a light of frequency 2 into 10⁻16 hertz is irradiated on a metal surface with threshold frequency equal to 8.868 into 10⁻15 hertz. Okay, എന്താ ചെയ്യാ? ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി തന്നു, ദെൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നു. നമുക്കറിയാം ഈ ഈക്വൽ ടു hν അല്ലേ. അപ്പൊ അങ്ങനെ ഈ ഫ്രീക്വൻസിന്റെ സ്ഥാനത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കറിയാം hν ഈക്വൽ hν0 പ്ലസ് ke, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയത് ke ഇസ് ഈക്വൽ ടു hν മൈനസ് hν0 എന്നാണ്. hν0 പറഞ്ഞാൽ 5 അല്ലേ. അപ്പോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. സിമ്പിൾ ടേംസ് ആയിരിക്കും തരും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർബിറ്റൽസ്. ഓക്കെ, സിലബസിൽ അടുത്ത ടേം ആണ് ഓർബിറ്റൽസ്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർബിറ്റ്സ് എന്താന്ന് പഠിച്ചത് അല്ലേ. ഓർബിറ്റ്സ് പറഞ്ഞാൽ
ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്ത്, കറക്റ്റ് സർക്യുലർ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർബിറ്റ് എന്ന് പറയാം. ഈ ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ഓർബിറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. ഓക്കെ, ഓർബിറ്റിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി പറയുകയാണെങ്കിൽ ഓർബിറ്റിൽ എന്താ, ഓർബിറ്റലിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഓർബിറ്റൽ എന്താ, ഓർബിറ്റൽ ഇസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ depicting the wave nature of an electron or a pair of electrons present in an atom. ക്വാണ്ടം മെക്കാനിക്കലി ഓർബിറ്റൽ പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതെന്ത്, അതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുക, വേവ് നേച്ചർ ഓഫ് ആൻ ഇലക്ട്രോൺ ഓർ എ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ആൻ ആറ്റം. ഓക്കെ, അതാണ് ക്വാണ്ടം മെക്കാനിക്കലി ഓർബിറ്റൽ. The probability of finding an electron around the nucleus can be calculated using this function. അറിയാലോ, psi. Psi is നമുക്ക് എന്തായി, probability of finding an electron around the nucleus can be calculated. Okay, simple ആയിട്ട് പറഞ്ഞാൽ എന്താണ് ഓർബിറ്റൽ? In simpler terms, orbital can be described as the physically bounded region or space where the electrons are present. എന്നുവെച്ചാല് ഇലക്ട്രോൺസിന്റെ പ്രസൻസിന് ഫിസിക്കലി ബൗണ്ട് ചെയ്യുന്ന ആ ഒരു റീജിയനെ നമ്മൾ എന്ത് പറയാ, ഓർബിറ്റൽ എന്ന് പറയാം. Generally, an atom consists of electrons that are fixed inside the electronic orbitals. Okay, generally ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഒക്കെ ഇലക്ട്രോണിക് ഓർബിറ്റൽസിൽ ഫിക്സ് ചെയ്ത ആൾക്കാരായിരിക്കും. അതിന്റെ പുറത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. Atomic orbitals and quantum numbers. If we look at any atomic orbital, it's generally associated with 3 quantum numbers. Okay, however, Schrodinger equation solution also provides a possible energy levels that electrons can occupy and the associated wave function corresponding to each energy level. Each quantized energy state is characterized by a set of 3 quantum numbers n, Lm, and m, depicting the energy, angular momentum, and shape. n, l, m. ഇതാണ് ഒരു ക്വാണ്ടം നമ്പറും കൊണ്ട് ഒരു എസ്. ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് അറിയും, ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ്. സപ്പോസ് നമുക്കൊരു ഇലക്ട്രോൺ പറയണമെന്ന് വെച്ചാൽ, ആ ഇലക്ട്രോൺ ഒരു ആറ്റത്തിന്റെ ചുറ്റുള്ള ഏത് ഓർബിറ്റിലെ ഇപ്പൊ ഓർബിറ്റലിലെ SP, D അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിലെ എവിടെ, ഇപ്പൊ പി ആണ് PX ആണോ, PY ആണോ, PZ ആണോ, D ആണെങ്കിൽ DXY ആണോ, DXZ ആണോ, ഓക്കെ, അവിടെ ഏത് ഓർബിറ്റലില് ഏത് സ്പിൻ സ്റ്റേറ്റില് അതിന് പ്ലസ് ഹാഫ് ആണോ മൈനസ് ഹാഫ് ആണോ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണോ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണോ, അങ്ങനെ ഒരു ഇലക്ട്രോണിന്റെ കറക്റ്റ് അഡ്രസ് പറയുന്ന കാര്യമാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് 4 ക്വാണ്ടം നമ്പേഴ്സ് കിട്ടിയാൽ നമുക്ക് ആ ഒരു ഇലക്ട്രോണിനെ തന്നെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് നോക്കാം. The atomic orbital is known as the wave function psi of an electron in an atom. Nonetheless, the quantum numbers help us to clearly describe the arrangement of the electrons in a particular atom. അപ്പൊ എന്തിനാണ് ക്വാണ്ടം നമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണില്, ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം, ഒരു ഇലക്ട്രോൺ കറക്റ്റ് എവിടെയാണ് ആ ആറ്റത്തിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കണമെന്ന് പറയാനാണ് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ക്വാണ്ടം നമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വാണ്ടം നമ്പർ നോക്കാം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. ഓക്കെ, n is a positive integer having the values 1, 2, 3, etc. The principal quantum number tells the size and energy of orbital. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നത്? സൈസ് ആൻഡ് എനർജി ഓഫ് ഓർബിറ്റൽ. ഒരു ഓർബിറ്റില് ന്യൂക്ലിയസിന്റെ ചുറ്റും എവിടെയാണ് നിൽക്കണമെന്നല്ല പറയാം. സോ അതിന്റെ സൈസ്, അതിന്റെ എനർജി. ന്യൂക്ലിയസ് നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഓർബിറ്റിന്റെ എന്ത് കൂടും, എനർജി കൂടും. സോ ഓർബിറ്റ് 1 ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ ലോവർ എനർജി ഓർബിറ്റ് ആയിരിക്കും, രണ്ടാമത്തെ കുറച്ചും കൂടെ എനർജി ഉള്ളതായിരിക്കും, മൂന്നാമത്തെ കുറച്ചും കൂടെ എനർജി ഉള്ളതായിരിക്കും. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ടെൽസ് ദ സൈസ് ആൻഡ് എനർജി ഓഫ് ദി ഓർബിറ്റൽ. All the orbitals of n contains a single shell of an atom. ഓക്കെ, ഒരു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഷെല്ലാണ്, അതിന്റെ ഉള്ളിലാണ് പല പല എന്തുള്ള ഓർബിറ്റൽസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് അസീമുത്തൽ ക്വാണ്ടം നമ്പർ n. It's referred to as a subsidiary quantum number or orbital angular momentum quantum number and defines an orbital's 3-dimensional shape. Okay,
അപ്പൊ ഓർബിറ്റിന്റെ ഉള്ളിൽ കുറെ ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പൊ ഈ ഓർബിറ്റിൽ ഏത് ഷേപ്പാണ് ഉള്ളത്? 3 ഡയമെൻഷണൽ ഷേപ്പ്. എസ് ആണോ, പി ആണോ, അല്ലേ, ഡി ആണോ? അതാണ് നമുക്ക് എന്തെന്ന് കിട്ടുക? അസീമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് കിട്ടുക. ഇറ്റ്സ് റെഫേർഡ് ടു ആസ് എ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമ്പർ and defines an orbital's 3-dimensional shape. Each shell constitutes one or more than one subshells or sublevels. The number of subshells in a principal shell is equal to the value of n. Okay? ഒരു പ്രിൻസിപ്പൽ ഷെല്ലിൽ എത്ര സബ്ഷെൽസ് ഉണ്ടാവും എന്നുള്ളത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്? ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം സപ്പോസ് ഇവിടെ ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ ആകെ ഒരു സബ്ഷെൽ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഓർബിറ്റിലാണെങ്കിൽ 2 സബ്ഷെൽസ് ഉണ്ടാവും. തേർഡ് ഓർബിറ്റിലാണെങ്കിൽ 3 സബ്ഷെൽസ് ഉണ്ടാവും. ഓക്കെ, ഈ ഓർബിറ്റ് ആണല്ലോ ഷെൽ എന്ന് പറയുന്നത്. ഈച്ച് ഷെൽ കോൺസ്റ്റിറ്റ്യൂട്ട്സ് വൺ ഓർ മോർ ദാൻ വൺ സബ്ഷെൽസ് ഓർ സബ് ലെവൽസ്. ദ നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ പ്രിൻസിപ്പൽ ഷെൽ ഇസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് n. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. ഇനി ഡിഫറെന്റ് വാല്യൂ ഓഫ് L 0, 1, 2, 3, 4 correspond to s, p, d, f, g orbitals respectively. അപ്പൊ Lന്റെ വാല്യൂ എങ്ങനെ വരിക? L is equal to 0 ആണെങ്കിൽ s ഓർബിറ്റൽ ആയിരിക്കും, 1 ആണെങ്കിൽ p, 2 ആണെങ്കിൽ d, 3 ആണെങ്കിൽ f, 4 ആണെങ്കിൽ g. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് Lന്റെ വാല്യൂസ് വരിക. ഇനി നെക്സ്റ്റ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. Magnetic orbital quantum number Mn describes an orbital's spatial orientation in accordance with the coordinate axis. Okay, എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് സപ്പോസ് നമുക്ക് L കിട്ടി. നമുക്ക് L is equal to 1 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കുക. L is equal to 1 പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? പി ഓർബിറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, പി ഓർബിറ്റില് നമ്മൾ പറയുന്ന പി ഓർബിറ്റലിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഏതാണ്? ഇത് എക്സ് ഡയറക്ഷനിലുള്ള പി ഓർബിറ്റൽ ആണോ, അതോ വൈ ഡയറക്ഷനിലുള്ള പി ഓർബിറ്റൽ ആണോ എന്ന് വെച്ചാൽ പി എക്സ് ആണോ, പി വൈ ആണോ, പി ഇസെഡ് ആണോ? ഓക്കെ, പി ഇസെഡ് ആണോ? ഇനി ഡിന്റെ കേസിലാണെങ്കിലോ ഡി എക്സ് വൈ ആണോ, ഡി വൈ സെഡ് ആണോ, ഡി എക്സ് സെഡ് ആണോ എന്നൊക്കെ അത്തരത്തിൽ ഒരു ഓർബിറ്റലിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷന് കാണിച്ച് ഡിസ്ക്രൈബ് ചെയ്യണ ക്വാണ്ടം നമ്പർ ആണ് ഇത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് എസ്. എസ് എന്താണ്? സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യണം? നമുക്കറിയാം ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, അല്ലെ? സോ ആ 2 ഇലക്ട്രോൺസിൽ ഒന്നിന് ക്ലോക്ക് വൈസ് റൊട്ടേഷനോ ആയിരിക്കും, ഒന്നിന് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനോ ആയിരിക്കും. സോ ഇതിൽ നമ്മൾ പറയുന്ന ഇലക്ട്രോൺ പ്ലസ് ഹാഫ് ആണോ മൈനസ് ഹാഫ് ആണോ? അതാണ് എന്ത് സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. There are 2 orientations which describe the spin values plus half or minus half. They are known as 2 spin states of an electron. ഒരു ഇലക്ട്രോൺ ആകെ 2 സ്പിൻ സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്. ഒരു ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് 2 നോക്കിയാൽ ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് പറയണം ക്വാണ്ടം നമ്പർ ആണ് എസ്, സ്പിൻ ക്വാണ്ടം നമ്പർ. However, the size as well as the shape of orbitals is usually determined from the square of the wave function. ഓക്കെ, സൈ അല്ലേ നമ്മൾ പറയും, സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷെ സൈ സ്ക്വയറിന് ഉണ്ടെന്ന് പറയും, അല്ലെ? സൈ സ്ക്വയർ എന്ത് തരും നമുക്ക്? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് is usually determined from the square of the wave function psi square. Okay. ഓരോ ഓർബിറ്റലിന്റെയും ഷേപ്പ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചല്ലോ 4 ഏതൊക്കെയാണ്? എൻ, എൽ, എം ആൻഡ് എസ്. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇത് ഏത് ഷെല്ലിലാണ് ഈ ഇലക്ട്രോൺ ഉള്ളതെന്നാണ് പറയാം. N 1 ആണെങ്കിൽ കെ ഷെല്ലായിരിക്കും, N 2 ആണെങ്കിൽ എൽ ഷെല്ലായിരിക്കും, N 3 ആണെങ്കിൽ എം ഷെല്ലായിരിക്കും, N 4 ആണെങ്കിൽ എൻ ഷെല്ലായിരിക്കും. അങ്ങനെ. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാ നെക്സ്റ്റ് അസിമിത്തൽ ക്വാണ്ടം നമ്പർ. എന്താണ്? ഒരു ഷെല്ലിലെ ഏത് സബ് ഷെല്ലിലാണ് ഇതുള്ളത്? സബ് ഷെല്ല് ഓരോ, ഇപ്പോ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലിനാണെങ്കിൽ ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ എസ്. രണ്ടാമത്തെ എൽ ഷെല്ലിനാണെങ്കിൽ 2 സബ് ഷെൽസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഷെല്ലിലും എത്ര സബ് ഷെൽസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് നമ്പർ ചെയ്യണതാണ് എന്ത്? രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ, അസീമുത്തൽ ക്വാണ്ടം നമ്പർ. അതിൽ 0 ആണെങ്കിൽ എസ് സബ് ഷെൽ ആയിരിക്കും, അതുപോലെ
1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ ഓരോ സബ്ഷെല്ലിന്റെയും ഏത് ഡയറക്ഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ ഏതാണ്? P ആണെങ്കിൽ P X ആണോ Y ആണോ Z ആണോ? D ആണെങ്കിൽ D X Y ആണോ, D Y Z ആണോ, D X Z ആണോ? അത് പറയണതാണ് ഇത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ആ പി എക്സിലോ പി വൈയിലോ ഒക്കെ ഉള്ള ഇലക്ട്രോണ് പ്ലസ് ഹാഫ് ആണോ മൈനസ് ഹാഫ് ആണോ, ഇതിന്റെ സ്പിൻ സ്റ്റേറ്റ് പറയുന്ന ക്വാണ്ടം നമ്പർ ആണ് എസ്. ഓക്കെ, ഇനി നമുക്ക് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഷേപ്പ് നോക്കാം. അറ്റോമിക് ഓർബിറ്റൽസ് ഷേപ്സ് വേരി, ഓരോന്നിനും ഡിഫറെന്റ് ഷേപ്സ് ഉള്ളത്. ദാറ്റ്സ് ടു സേ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ദി ഇലക്ട്രോൺസ് ദേ ഡിസ്ക്രൈബ് സറൗണ്ടിങ് ദ ന്യൂക്ലിയസ് ആർ ഡിഫറെന്റ്. എന്ന് വെച്ചാൽ ഓരോ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓരോ എല്ലാ സബ്ഷെല്ലിലും ഇലക്ട്രോണിന്റെ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഓരോ സ്പേസിലും സെയിം അല്ല, ഡിഫറെന്റ് ആയിരിക്കും. The fact that the electrons in different orbitals are likely to be located in different areas around the parent nucleus and hence experience the latter's attraction with various strengths is one of the reasons why orbitals range in energy. Okay, എന്തുകൊണ്ടാണ് ഈ ഓർബിറ്റൽസിന് ഡിഫറെന്റ് എനർജി ആവാൻ കാരണം? ദി orbitals are likely to be located in different areas around the parent nucleus. ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറെന്റ് പാർട്ടിലാണ് ഓരോ ഓർബിറ്റൽസ് ഉണ്ടാവുക അല്ലെ? സോ ആ ഓർബിറ്റൽസിന് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എന്തായി ഫീൽ ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റൽസിന്റെ എനർജിയും ഷേപ്പും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇറ്റ്സ് astonishing that all orbitals in a given shell of the hydrogen atom have the same energy while having varied forms. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എന്താ വെച്ചാൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ? സോ ആ ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാ എനർജി സ്റ്റേറ്റ്സും എന്താണ്, പല ഡിഫറെന്റ് ഷേപ്പ് ആണെങ്കിൽ കൂടി എല്ലാത്തിനും സെയിം എനർജി ആയിരിക്കും. എപ്പോഴും ഒരു വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ സിംപ്ലിസിറ്റി അതാണ്. അതിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ വരുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ അതില് ഈ എനർജി സ്റ്റേറ്റ്സ് ഒക്കെ ഡീജനറേറ്റ് ആയിരിക്കും. പക്ഷെ ഈ രണ്ടാമതൊരു ഇലക്ട്രോൺ കൂടെ വന്നാൽ ഈ ഡീജനറസി വിൽ ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഓക്കെ, ദിസ് ഇസ് ടു ഓക്കെ വൈൽ ഹാവിംഗ് വേരിയഡ് ഫോംസ്. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇപ്പോ പി രണ്ടാമത്തെ ഇത് നോക്കുകയാണെങ്കിൽ പി എസ് എല്ലാത്തിനും ഒരേ എനർജി ആയിരിക്കും. അതിന് ഫോം ഡിഫറെന്റ് ആണ് ഇവിടെ. ദിസ് ഇസ് ഡ്യൂ ടു ദ എലിമിനേഷൻ ഓഫ് വേരിയസ് എനർജി റിലേറ്റഡ് കോൺട്രിബ്യൂഷൻസ്. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ പോലെയുള്ള എനർജി റിലേറ്റഡ് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. But as soon as there is a second electron, the degeneracy disappears. പക്ഷെ ഒരു രണ്ടാമത്തെ ഇലക്ട്രോൺ വന്നാൽ ഈ ഡീജനറസി മൊത്തം പോയിട്ട് എന്തായി പല പല എനർജി ലെവൽസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ. The s orbital boundary surface diagram resembles a sphere with a nucleus at its center, which can be shown in 2 dimensions as a circle. എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പിയറിനെയാണ് റിസംബിൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും എസ് ഓർബിറ്റലാണ്, ന്യൂക്ലിയസിന് ചുറ്റും ഒരേ എന്താ പറയാ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ഒരേപോലെ ആയിരിക്കും ന്യൂക്ലിയസിന് ചുറ്റും. സോ ഇറ്റ് റിസംബിൾസ് എ സ്പിയർ വിത്ത് the nucleus at its center, which can be shown in 2 dimensions as a circle. S orbitals are spherically symmetric, which means that the probability of finding an electron at a given distance is the same in all directions. S orbital spherically symmetric ആണെന്ന് പറഞ്ഞാൽ ഇതാണ് എസ് ഓർബിറ്റൽ എങ്കിൽ ഇവിടുന്ന് ഒരേ ഡിസ്റ്റൻസിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ സെയിം ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ളതിലൊന്നും അങ്ങനെയല്ല, ഇതൊന്നും സ്ഫെറിക്കലി സിമെട്രിക് അല്ല. അല്ല, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള പ്രോബബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏതാണ് സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള ഓർബിറ്റൽ എന്ന് പറയുന്നത്? എസ് ഓർബിറ്റൽ ആണ്. അല്ല, അതിന്റെ ഷേപ്പ് നോക്കിയാൽ മനസ്സിലാവും. ദ സൈസ് ഓഫ് ദി എസ് ഓർബിറ്റൽ ഈസ് ലൈക്ക് വൈസ് ഷോൺ ടു ഇൻക്രീസ് ആസ് എ വാല്യൂ ഓഫ് ദി പ്രൈമറി ക്വാണ്ടം നമ്പർ ഇൻക്രീസസ്. എന്ന് വെച്ചാല് എസ് ഓർബിറ്റലിന്റെ സൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. ഏറ്റവും പ്രൈമറി ക്വാണ്ടം നമ്പർ ഇല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എസ് ഓർബിറ്റലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സൈസ് എന്തായിരിക്കും? സൈസിന്റെ ഓർഡർ എന്ന് പറയുന്നത് 4s will be having higher size bigger than 3s, which will be bigger than 2s, and ഏറ്റവും ചെറുത് 1s ആയിരിക്കും. Okay. And the nodal point is a location where there is no chance of locating the electrons. നോഡ്സ് പറഞ്ഞാൽ അറിയാലോ, നോഡ്സ് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ കാണാനുള്ള ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0 ആയ പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയാ? നോഡ്സ് എന്ന് പറയാം. The nodal point is a location where there is no chance of locating the electron.
Nodes are classified into two types. രണ്ട് types ഉണ്ട്, radial nodes and angular nodes. Okay. The distance from the nucleus is calculated by radial nodes, while the orientation is determined by the angular nodes. അപ്പൊ രണ്ട് നോഡ്സ് ഉണ്ട്, റേഡിയൽ നോഡ്, ആംഗുലർ നോഡ്. ഓക്കെ, റേഡിയൽ നോഡ് എന്താണ് പറയുന്നത്? ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ്. Okay, that is calculated by radial nodes, and the orientation is determined by angular nodes. അപ്പൊ ഇതാണ് ഒരു എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് കേട്ടോ. സ്പെരിക്കലാണ്, ന്യൂക്ലിയസിന് ചുറ്റും കറക്റ്റ് ഒരു സ്ഫിയർ ആയിട്ടാണ് നിൽക്കുക. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1s ഏറ്റവും കുറവ് സൈസ് ആയിരിക്കും, 2s അതിലേറെ സൈസ് കൂടുതലായിരിക്കും, 3s കൂടുതലായിരിക്കും, നല്ലോണം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പി ഓർബിറ്റലിന്റെ ഷേപ്പ്. P orbitals are formed like dumbbells. Okay, dumbbells shape ആണ് ഇതിന് P ഉള്ളത്. The P orbital node is located at the nucleus in the center. Okay, അങ്ങനെ ന്യൂക്ലിയസിന്റെ സെന്ററിലാണ് P orbital node ഉണ്ടാവുക. നോഡ് പറഞ്ഞാൽ ഇതാണ്. The location where there is zero probability of finding an electron. അതിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. Because of the presence of 3 orbitals, the P orbitals can occupy a maximum of 6 electrons. Okay, P എന്ന് പറയുന്നത് പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസെഡ് ഉണ്ട്. ഓരോന്നിലും 2 ഇലക്ട്രോൺസിനെ വീതം ഓക്യുപ്പൈ ചെയ്തിട്ട് പി ഓർബിറ്റലിന് ടോട്ടൽ 6 ഇലക്ട്രോൺസിനെ ഓക്യുപ്പൈ ചെയ്യാൻ കഴിയും. Each p orbital is made up of 2 parts known as lobes that are located on either side of the plane that runs across the nucleus. Okay, ന്യൂക്ലിയസിന് ചുറ്റും 2 ലോബ്സ് ആയിട്ടാണ് ആര് നിൽക്കുക? പി ഓർബിറ്റൽസ് നിൽക്കുക. Each p orbital has parts known as lobes. Okay. At the plane where 2 lobes intersect, the likelihood of finding an electron is nil. എന്നുവെച്ചാല് ഈ പി ഓർബിറ്റലിന്റെ 2 ലോബ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്ത് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇസ് 0. അപ്പൊ ഇതെന്താണ്? പി ഓർബിറ്റലിന്റെ നോഡാണ്. ഓക്കെ, നോഡ്. The 3 orbitals are known as degenerate orbitals because they have the same size, shape and energy. ഈ പി എന്ന് പറയുന്നത് 3 ഓർബിറ്റൽസ് ആണെന്ന് പറഞ്ഞു, പി എക്സ്, പി വൈ, പി ഇസെഡ്. ഇത് 3 ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ആൻഡ് സിമെട്രി അല്ലെ. അപ്പൊ ആകെ ഇതിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇതിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷൻ മാത്രമായിരിക്കും. പി എക്സ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും കിടക്കുക, പി വൈ വൈ ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും, പി ഇസെഡ് സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും. വേറെ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഇല്ല. ഇത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്, വിച്ച് വിൽ ബി ഹാവിംഗ് സെയിം size, shape and energy. Okay, the sole difference between the orbitals is the orientation of the lobes. Because the lobes are oriented along x, y or z axis, they are given the names 2pz, 2py or 2px, 2py or 2pz. The formula n-2 is used to calculate the number of nodes. Okay, similarly to s orbitals, the size and energy of p orbitals rise as the primary. പി ഓർബിറ്റൽസിന്റെയും സൈസും എനർജിയും എന്തായി കൂടിക്കൊണ്ടിരിക്കും. ഏതിനനുസരിച്ച് 2p will be having lesser size 3 compared to 3p, പിന്നെ 4p. നേരത്തെ നമ്മള് 4sന്റെയും 3sന്റെയും 2sന്റെയും ഒക്കെ പറഞ്ഞില്ല, അതേപോലെ ഇവിടെ 1p ഉണ്ടാവില്ല. കാരണം എന്താ? ഫസ്റ്റ് ഓർബിറ്റൽ ആകെ എസ് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് പി എക്സ് എന്ന് പറയുന്നത്. ഇതാണ് പി എക്സ്, ഇത് പി വൈ, പി സെഡ്. പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസില് ഉള്ള ഓർബിറ്റലിനാണ് പി എക്സ് പറയുന്നത്. വൈ ആക്സിസിന് അലോങ് ആയിട്ടുള്ളതാണെങ്കിൽ പി വൈ, സെഡ് ആക്സിസ് ആണെങ്കിൽ പി സെഡ്. ഓക്കെ, ഇതിന്റെ ഒക്കെ നോഡ് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് shape of d orbital. For d orbitals, the magnetic orbital quantum number is given as -2, -1, 0, 1, 2. As a result, we can claim there are 5 d orbitals. Magnetic quantum number ഉണ്ടല്ലോ, നമ്മള് azimuthal quantum number അങ്ങനെ നോക്കിയേ 0, 1, 2, 3 അല്ലേ. 0 ആണെങ്കിൽ 1 s, 1 ആണെങ്കിൽ p, 2 ആണെങ്കിൽ 3, 3 ആണെങ്കിൽ 2 ആണെങ്കിൽ d, 3 ആണെങ്കിൽ f. ഓക്കെ, എല്ലിന്റെ വാല്യൂ ഇങ്ങനെ. എം എങ്ങനെയാണ് കിട്ടുക? എം വിൽ വേരി ഫ്രം
മൈനസ് എൽ ടു പ്ലസ് എൽ. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ നോക്കാം. എസിന്റെ എം എന്തായിരിക്കും? എസിന്റെ എല് 0 ആണ്. സോ എം വിൽ ബി 0. ഇനി പി ആണെങ്കിലോ, പിന്റെ എല് എന്ന് പറയുന്നത് 1 ആണ്. സോ എം വിൽ വരി ഫ്രം -1 to 1. എത്ര കിട്ടുക? -1 0 1. അതുകൊണ്ടാണ് നമുക്ക് എസിൽ ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. പിയില് 3 ഉണ്ട്, പി എക്സ്, പി വൈ, പി ഇസഡ്. അതേപോലെ ഡി ആണെങ്കിലോ, ഡിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? അപ്പൊ എങ്ങനെ വാല്യൂ ചെയ്യാം? -2 to 2, -2 -1 0 1 2. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഡിയിൽ ആകെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ്. ഓക്കെ, the magnetic quantum numbers is given as -2 -1 0 1 2. As a result, we can claim there are 5 d orbitals. The orbitals are denoted by the symbols dxy, dyz, dxz, dx square minus y square, and dz square. The forms of the first 4 d orbitals are similar to each other, which differs from the dz square orbital, but the energy of the 5 d orbitals is the same. Okay. നമ്മൾ ഡി ഓർബിറ്റൽസിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ 4 ആൾക്കാര് ഡബിൾ ഡംബൽ ഷേപ്പാണ്. ഏതൊക്കെ? ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്, ഡി എക്സ് വൈ, അതേപോലെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവര് 4 ആളും ഡബിൾ ഡംബൽ ഷേപ്പാണ്. പക്ഷെ ഡി സെഡ് സ്ക്വയറിന്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും അതിന്റെയൊക്കെ 5 എനർജി സെയിം. ഓക്കെ, സോ ഇതെല്ലാതും ഡീജനറേറ്റ് ഓർബിറ്റൽസ് തന്നെയാണ്. ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി തന്നെയാണ് ഏത് ഡി ഓർബിറ്റൽസ് വരാം. ഇനി shape of f orbital. The form of the f orbital is dispersed. Because the value of L is equal to 3 for f orbital, the minimum value of primary quantum number is n is 4. Okay. f orbital L എത്ര വരിക? f orbital m എത്ര, L എത്ര നമുക്ക് വന്ന്? 3. അപ്പൊ m എത്ര വരും? -3 -2 -1 0 1 2 3 അല്ലേ? ടോട്ടല് 7 ഓർബിറ്റൽസ് ഉണ്ടാവും. പക്ഷെ ഈ എഫ് ഓർബിറ്റൽ എന്താണ്? ഡിസ്പോസ്ഡ് ആണ്. കറക്റ്റ് നമുക്ക് ഒരു സ്ട്രക്ചർ അങ്ങനെ പറയാൻ കഴിയില്ല. ദ ഇക്വാലന്റ് എം വാല്യൂസ് ഓഫ് എഫ് ഓർബിറ്റൽസ് ആർ -2 -2 -1 0 1 2 3. ആസ് എ റിസൾട്ട് there are 7 f orbitals for L is equal to 3. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇതാണ് എഫ് ഓർബിറ്റൽസിന്റെ സ്ട്രക്ചർ വരുന്നത്. കറക്റ്റ് നമുക്കൊരു സ്ട്രക്ചർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആർ ദോസ് വിത്ത് ദി സെയിം എനർജി. എന്താ ഡീജനറേറ്റ് ഓർബിറ്റൽസ്? നമ്മൾ പറയും ഇപ്പൊ പിയിലെ 3 പി എക്സ്, പി വൈ, പി ഇസഡ് ഡീജനറേറ്റ് ആണ്. അതുപോലെ ഇപ്പൊ ഡിയിലെ 5 ഓർബിറ്റൽസും ഡീജനറേറ്റ് ആണെന്ന് പറയും അല്ലെ? ഡീജനറേറ്റ് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി. ദീസ് ഓർബിറ്റൽസ് ആർ ഡിസ്റ്റിങ്ക്ട്. They may be oriented differently in space around the atomic nucleus, yet they have the same energy. അവരുടെ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പി എക്സ് പറഞ്ഞ എക്സ് ഡയറക്ഷനിലാണ്, പി വൈ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലാണ്, പി ഇസഡ് പറഞ്ഞ ഇസഡ് ഡയറക്ഷനിലാണ്. പക്ഷെ എന്നാലും അതിന്റെ എനർജി ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. In the presence of an external field, the degeneracy of p orbital is unaffected. However, the degeneracy of f and d orbitals can be broken by applying an external field to the system. എന്താണ്? നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പി ഓർബിറ്റൽസ് 3 അതേപോലെ ഡീജനറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ഉണ്ടാവും, സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഡീജനറസി നഷ്ടപ്പെടും. നമ്മൾ പഠിച്ചില്ലേ കോർഡിനേഷൻ കോംപ്ലക്സിലൊക്കെ ഡി എന്തായിട്ട് മാറും? ഡി എക്സ് വൈ വൈ സെഡ് ഡി സെഡ് ഒരു ലെവലായിട്ട് മാറും. അതുപോലെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും വേറെ ലെവലായിട്ടും അങ്ങനെ സ്പ്ലിറ്റ് ആവും. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അങ്ങനെയല്ല നമ്മൾ അതിന് പറയാം. ഓക്കെ, or the degeneracy of f and d orbitals can be broken by applying an external electric field to the system. Few orbitals will have higher energy, while others will be having lower energy. ഇവിടെ ഡി ഓർബിറ്റൽസിന്റെ കേസിൽ ഏതിനൊക്കെയാണ് ലോവർ എനർജി വരിക? ഡി എക്സ് വൈ, ഡി ഇസഡ്, ഡി വൈ സെഡ് അല്ലെ? ദെൻ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയറും ഹയർ എനർജി ഓർബിറ്റൽസ് ആയിട്ട് മാറും.
Okay. For example, d orbitals are made up of 5 degenerator orbitals that all have the same energy. Okay. അതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താവും 3 orbitals of low energy and 2 orbitals of higher energy ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറും. ഓക്കെ. ഇനി ഈ ടോപ്പിക്കില് അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നുള്ളതാണ്. നമ്മൾ +2-ലും ഡിഗ്രിയിലൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വരുന്ന കാര്യമാണ്. 10th മുതലേ പഠിക്കുന്ന കാര്യമാണ്. ഏതൊക്കെ ഒരു ഓർബിറ്റൽസിൽ ഇലക്ട്രോണിന് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ റൂളാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓക്കെ. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താ? ദിസ് പ്രിൻസിപ്പിൾ ഇസ് നെയിംഡ് ആഫ്റ്റർ ദി ജർമ്മൻ വേർഡ് ഓഫ് ബീയിങ് വിച്ച് മീൻസ് ബിൽഡ് അപ്പ്. അപ്പൊ ഓഫ് ബോ പ്രിൻസിപ്പിളിന്റെ ആ നെയിം അവിടുന്ന് ജർമ്മൻ ഒറിജിനൽ ഒരു വേർഡാണ് ഓഫ് ബീൻ. ഓഫ് ബി മീൻസ് ബിൽഡ് അപ്പ്. എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഓരോ ഇതിലും ഇങ്ങനെ ഇലക്ട്രോൺസിനെ കൊടുത്ത് പോകണ്ട ആ ഒരു എനർജി ഓർഡറിനെയാണ് ആര് പറഞ്ഞുതരാം? ഓഫ് ബോ പ്രിൻസിപ്പിൾ പറഞ്ഞുതരാം. ദ ഓഫ് ബോ പ്രിൻസിപ്പിൾ ഡിക്റ്റേറ്റ്സ് ദാറ്റ് electrons will occupy the orbitals having lower energies before occupying higher energy orbitals. Okay. ഈ ഇലക്ട്രോൺസ് ഏറ്റവും ലോവർ എനർജി ഉള്ള ഓർബിറ്റലിലാണ് ആദ്യം ഓക്യുപ്പൈ ചെയ്യുക. അതിന് കാരണം എന്തായിരിക്കും? നമുക്കറിയാം എനർജി കൂടുന്നോറും അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലെ. എനർജി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാവുക അല്ലെ. സോ ഒരു ഇലക്ട്രോൺ വരുമ്പോൾ അതിന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനല്ലേ ടെൻഡൻസി ഉണ്ടാവുക. സോ കൂട്ടത്തിൽ ഏറ്റവും എനർജി കുറഞ്ഞ ലെവൽ ഏതാണോ അതിലേക്കാണ് ഇലക്ട്രോൺ പോവുക. ഓക്കെ. ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ 3s 3p 3d 4s 4p ഇതിൽ ആദ്യം 3-ല് ഇതിനെ ഫില്ല് ചെയ്തിട്ട് മാത്രമേ 4-ലേക്ക് പോവുള്ളൂ. അങ്ങനെയില്ല. ഇതിൽ തമ്മിൽ ഏതിലാണോ എനർജി കുറവ് അതിലാണ് ഇലക്ട്രോൺ പോവുക എന്നാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. അല്ലാതെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കിയിട്ടല്ല ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഓരോ ഓർബിറ്റിന്റെയും എനർജി നോക്കിയിട്ടാണ്. ഓക്കെ. Of Bohr principle dictates that electrons will occupy the orbitals having lower energies before occupying higher energy orbitals. The energy of an orbital is calculated by the sum of the principal and the azimuthal quantum number. Total energy എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സം ബൈ ആഡിങ് ദി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അങ്ങനെയാണ് നമുക്ക് ഒരു ഓർബിറ്റലിന്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് 2 ഓർബിറ്റൽസ് തന്നാൽ അതിൽ ഏറ്റവും ലോവർ എനർജി ഓർബിറ്റൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അതിൽ ഏറ്റവും എനർജി കുറവുള്ളതിലായിരിക്കും ഇലക്ട്രോൺ വരിക. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഫോളോയിങ് ഓർഡർ: 1s 2s 2p 3s 3p 4s. 4s കഴിഞ്ഞാൽ ഏതാ? 3dന്റെ മുന്നേ 4s ഫില്ല് ചെയ്യും. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ 4p 5s 5d 5p 6s. Okay. The order in which electrons are filled in atomic orbitals are as per the Off Bohr principle is illustrated below. ഇങ്ങനെയാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓർഡർ. ആദ്യം 1s പിന്നെ 2s 2p 3s 3p 4s. ഓക്കെ. ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം 1s then 2s 2p 3s 3p 3d 40 4 5s 5p 5d 5 ഉണ്ടായിക്കോട്ടെ 6s 6p. ഓക്കെ. ആദ്യം നമ്മൾക്കറിയാം 1s ആദ്യം, പിന്നെ 2s. ഈ ഓർഡർ നമുക്കറിയാലോ. പിന്നെ 2p 3s പിന്നെ 3p 4s. ഇങ്ങനെ ഡയഗണലി ഇങ്ങനെ വരച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ. പിന്നുള്ളത് ഏതാ? 3d 4p 5s. പിന്നെ വരുന്നത് 4d 5p 6s. ഓക്കെ. ജസ്റ്റ് നമ്മൾ കറക്റ്റ് 1s 2s 2p 3s 3p അങ്ങനെ എഴുതിയിട്ട് നമുക്ക് അറിയുന്ന കുറച്ച് ഓർഡർ ഉണ്ടാവില്ലേ? ഏതൊക്കെ? 1s ആദ്യം, 2s പിന്നെ 2p പിന്നെ 3s പിന്നെ 3p പിന്നെ 4s പിന്നെ 3d. ഈ ഓർഡർ വരെ അറിഞ്ഞാൽ മതി. പിന്നെ ബാക്കി ആ ഡയഗണൽ ലൈൻസ് ഇങ്ങനെ വരച്ചെടുത്താൽ നമുക്ക് നെക്സ്റ്റ് ഓർഡേഴ്സ് ഇങ്ങനെ കിട്ടും, കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അതിന് ആദ്യം 1s പിന്നെ 2s 2p 3s 3p 3d 4s 4p 4d 4f 5s
5p 5d 6s 6p. ഓക്കെ, നമുക്കറിയാം ആദ്യം 1s ഫില്ല് ചെയ്യും, പിന്നെ 2s ഫില്ല് ചെയ്യുന്ന അറിയാം അല്ലെ, പിന്നെ 2p, പിന്നെ 3s അതും അറിയാം, പിന്നെ 3p കഴിഞ്ഞിട്ട് 4s ആണ് ഫില്ല് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻ എങ്ങനെ വരിക? 3d 4p 5s, നെക്സ്റ്റ് ലൈൻ 4d 5p 6s. ഓക്കെ, അതേപോലെ തന്നെ അല്ലേ ഒന്ന് 4d 5p 6s. അങ്ങനെ നമുക്ക് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, ഈ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാം, ആരാണ് ആദ്യം ഫില്ല് ആവണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓക്വ പ്രിൻസിപ്പിൾ അതാണ് പറയുന്നത്, എനർജി ഓർഡർ, ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റിലായിരിക്കും ആദ്യം ഫില്ല് ആവുക എന്നാണ് ഓക്വ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, it's important to note that there exist many exceptions to the Okwa principle, such as chromium and copper. These exceptions can sometimes be explained by the stability provided by half-filled or completely filled orbitals. നമുക്കറിയാലോ, ക്രോമിയത്തിന്റെയും കോപ്പറിന്റെ ഒക്കെ കേസിൽ D4 D9 സിസ്റ്റംസ് എങ്ങനെയാണ് ഫിൽ ആവുന്നത്? ഒരു 4sല് 1 ഇലക്ട്രോണും D5 അല്ലെങ്കിൽ 4sല് 1 ഇലക്ട്രോണും D10 ഇങ്ങനെയല്ലേ? സോ ഈ ഒരു ഫില്ലിങ്, ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റെബിലിറ്റി, ഇലക്ട്രോൺ കോൺഫിഗറേഷനുള്ള എക്സ്ട്രാ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ക്രോമിയത്തിന് D5 4s1 ആണെങ്കിൽ ഒരു ഹാഫ് ഫിൽഡ് D5 കോൺഫിഗറേഷൻ കിട്ടും, അത് സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള ഒരു റീസൺ ആണ്. നേരെ കുറച്ച് 4s2 3d4 ആണെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതേപോലെ കോപ്പറിന്റെ കേസിൽ 4s2 3d9 ആണെങ്കിൽ ആ ഫുള്ളി ഫിൽഡ് D ഓർബിറ്റിൽ എന്നുള്ള ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് 4s1 D10 ആണെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഈ രണ്ടുമാണ് എക്സെപ്ഷൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. The Pauli's exclusion principle states that a maximum of 2 electrons, each having opposite spins, can fit in an orbital. ഓരോ ഓർബിറ്റലിലും എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഓക്വ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞേ? ഏത് ഓർബിറ്റലിനും അങ്ങനെ ചാടി കയറി ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താൻ പറ്റില്ല. ഏറ്റവും കുറവ് എനർജി ഉള്ള ആളിലാണ് ഏറ്റവും ആദ്യം ഇലക്ട്രോണിക് ഫില്ലിംഗ് നടക്കുക. അത് മനസ്സിലായി. ഇനി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഒരു ഓർബിറ്റിൽ എത്ര ആൾക്കും വരാൻ പറ്റില്ല, ഒരു ഓർബിറ്റിൽ ആകെ 2 സ്പിന്നേ പോസിബിൾ ഉള്ളൂ, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് അല്ലെ? സോ ഒരു ഓർബിറ്റിൽ ആകെ 2 ഇലക്ട്രോൺസിനെ മാത്രമേ ഓക്യുപ്പൈ ചെയ്യാൻ കഴിയുള്ളൂ. Pauli's exclusion principle states that maximum of 2 electrons, each having opposite spins, plus half and minus half, can fit in an orbital. This principle can also be stated as no 2 electrons in the same atom can have all the 4 quantum numbers same. Okay, ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആവാൻ കഴിയില്ല. സപ്പോസ് എന്നും എല്ലും എമ്മും സെയിം ആയെന്ന് വിചാരിച്ചോ, പക്ഷെ അപ്പോഴും എസ്സിൽ ഡിഫറൻസ് ഉണ്ടാവും, ഒന്നുകിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്, ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. സോ no 2 electrons in a system can have all the 4 quantum numbers same. അതാണ് എന്ത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ ഏറ്റവും സിമ്പിൾ ആയ സ്റ്റേറ്റ്. Therefore, if the principal, azimuthal and magnetic numbers are the same for 2 electrons, they must have opposite spins. Suppose principal NLM values വെച്ച് നമ്മൾ ഇപ്പൊ ഇതിലാണ് 5s എത്തിയെന്ന് വിചാരിക്കുക. 5s ആകെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ, ഒന്ന് പ്ലസ് ഹാഫും ഒന്ന് മൈനസ് ഹാഫും അല്ലെ? സോ NLM കഴിഞ്ഞിട്ട് എസ് ക്വാണ്ടം നമ്പർ വരുമ്പോൾ ഒന്നിന് പ്ലസ് ഹാഫും ആയിരിക്കും, ഒന്നിന് മൈനസ് ഹാഫും ആയിരിക്കും. സോ ഒരിക്കലും ഒരേ സിസ്റ്റത്തിലെ 2 ഇലക്ട്രോൺസിന് എന്തുണ്ടാവാൻ പാടില്ല, എന്തുണ്ടാവാൻ കഴിയൂല, ഒരേ 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവാൻ കഴിയൂല. ഓക്കെ, അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു ഓർബിറ്റിൽ ആകെ 2 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നെക്സ്റ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, ഹൺസ് റൂൾ എന്താ പറയുന്നത്? This rule describes the order in which electrons are filled in the orbitals belonging to a subshell. Okay, അപ്പൊ നമ്മളടുത്ത് ഇപ്പൊ 2p ഒരു സബ്ഷെൽ ആണല്ലോ. 2pയിൽ നമ്മൾ പറഞ്ഞു 2sനെക്കാളും എനർജി കൂടുതലാണ് 2p. സോ ആദ്യം 2s ഫിൽ ചെയ്തിട്ട് 2p ഫിൽ ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ 2pയിലും ആകെ എത്ര കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്? 3 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, 3 ഓർബിറ്റൽസ് ഉണ്ട്. 2px ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. സോ ഇതിൽ നമുക്ക് തോന്നിയ പോലെ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാൻ കഴിയില്ല. ഇവിടെയും ഒരു റൂൾ ഉണ്ട്, എന്താണ്? മാക്സിമം സ്പിൻ മൾട്ടിപ്ലിസിറ്റി കിട്ടുന്ന രീതിയിലാണ്
നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫില്ലിങ് നടത്തേണ്ടത്. ഓക്കെ, സ്പിൻ മൾട്ടിപ്ലിസിറ്റി പറഞ്ഞാൽ 2s+1 ആണ് വരിക. സോ ഈ വാല്യൂ കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? എസിന്റെ വാല്യൂ കൂടുതൽ വേണം. എസ് പറഞ്ഞാൽ ടോട്ടൽ സ്പിൻ ആണ്. സോ ടോട്ടൽ സ്പിന്ന് കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഫില്ലിങ് നടത്തുക. ഇപ്പൊ 2 കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2p നമ്മൾ 4 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കട്ടോ. നമ്മളടുത്ത് 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, 3 ഫില്ല് ചെയ്തു, 4 ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ടോട്ടൽ സ്പിൻ എന്തായിരിക്കും? ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. സോ ടോട്ടൽ സ്പിൻ ഇസ് ഈക്വൽ ടു 0. 2s+1 എന്തായിരിക്കും? 2 × 0 + 1 1 ആയിരിക്കും അല്ലേ? നേരെ മറിച്ച് ഇവിടെ കാണിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ സ്പിൻ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട് അല്ലേ? സോ s is equal to half plus half 1. 2s+1 is equal to 2 × 1, അതായത് 2 + 1 3. അപ്പൊ ഒരു ട്രിപ്പിൾ സ്റ്റേറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എപ്പോഴും ഹൺസ് റൂള് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, സ്പിൻ മൾട്ടിപ്ലിസിറ്റി കിട്ടുന്ന രീതിയിലാണ് ഫില്ലിങ് നടത്തുക എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, എല്ലാ ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആയിട്ട് മാത്രമേ പെയറിങ് നടക്കുള്ളൂ. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് every orbital in a given subshell is singly occupied by electrons before a second electron is filled in an orbital. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ ചെയ്ത പോലെ പെയർ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യണം? ഓർബിറ്റൽസ് കിട്ടിയാൽ 4-5 ഇലക്ട്രോൺസ് എത്ര ഉണ്ടായിക്കോട്ടെ, ആദ്യം ഓരോരുത്തരെ ഹാഫ് ഫിൽഡ് ആയിരിക്കണം. എന്നിട്ട് നെക്സ്റ്റ് മെമ്പറിന് മാത്രം നമ്മൾ എന്തായി ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം എല്ലാവരും ഹാഫ് ഫിൽഡ് ആക്കണം. In order to maximize the total spin, the electrons in the orbitals that only contain one electron all have the same spin or the same values of spin quantum number. നമ്മൾ ഇവിടെ ചെയ്ത പോലെ സ്പിന്നിന്റെ വാല്യൂ മാക്സിമം കിട്ടാൻ നമ്മൾ ഈ അൺപെയർഡ് ഇലക്ട്രോൺസിനൊക്കെ പ്ലസ് ഹാഫ് ആ ഒരു വാല്യൂ ആണ് എടുക്കുക. ഇതിൽ ഒരാൾക്ക് ഹാഫും ഒരാൾക്ക് മൈനസ് ഹാഫും അങ്ങനെ കൺസിഡർ ചെയ്യൂല. ഓക്കെ, നമുക്ക് എന്താണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി മാക്സിമം ആണ് കിട്ടും. In order to maximize the total spin, the electrons in the orbitals that only contain one electron all have the same spin or the same values of spin quantum number. ഓക്കെ, അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് കേട്ട നോട്ട് വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ MCQs കറക്റ്റ് ആയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കഴിഞ്ഞ നമ്മൾ മുന്നേ എടുത്ത ടോപ്പിക്സിന്റെ ഒക്കെ MCQs ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പോർഷൻ കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.